വേദാന്ത പഠന ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളു. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി. ഇന്ന് വൈകുന്നേരം മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ രാഷ്ട്രം നേരിടുന്ന, ലോകം തന്നെ നേരിടുന്ന ഭീകരമായ അവസ്ഥയെ ഭാരതം തരണം ചെയ്യുന്ന ഒരു നിർണായക സന്ധിയിലാണ് നാം ഇവിടെ ഇന്ന് സമ്മേളിക്കുന്നത്. നമുക്കറിയാം, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആ കാശ്മീരിൻ്റെ സൗന്ദര്യവും കാശ്മീരിൻ്റെ സമാധാനവും കാശ്മീരിൻ്റെ സഹവർത്തിത്വവും സൗഹാർദ്ദവും ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നതിനും അതിൽ സന്തോഷത്തോടുകൂടി അവിടുത്തെ വിനോദങ്ങളിൽ പങ്കെടുക്കുന്നതും അത്തരമൊരു സാഹചര്യം കാശ്മീരിൻ്റെ മണ്ണിൽ പുനഃസ്ഥാപിക്കപ്പെട്ട് ആ മണ്ണിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദ സഞ്ചാരത്തിൽ ഏർപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങളായ 26 പേരുടെ ജീവൻ ലോകത്തെ ഭയപ്പെടുത്തുന്ന, ലോകത്തെ മതത്തിൻ്റെ പേരിൽ കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, മതനിയമത്തിൻ്റെ പേരിൽ ഒരു ലോകം വരണം എന്നാഗ്രഹിക്കുന്ന ഭീകരമായ കാഴ്ചപ്പാടിൻ്റെ ആശയം യാഥാർത്ഥ്യമാക്കുവാൻ തുനിഞ്ഞിറങ്ങി, ആയുധവുമായി തുനിഞ്ഞിറങ്ങി ആ സഹോദരന്മാരുടെ നേരെ, സഹോദരിമാരുടെ നേരെ നിറയൊഴിക്കുവാൻ തയ്യാറായ ആ ഭീകരന്മാരുടെ ഭീകരവാഴ്ചയെ അപലപിക്കുകയും അതോടൊപ്പം തന്നെ ആ ഭീകരവാഴ്ചയിൽ വീര ബലിദാനികളായ 26 സഹോദരന്മാർക്ക് വേണ്ടി ഈ അവസരത്തിൽ നമുക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം
ആ ശ്രദ്ധാഞ്ജലിയിൽ പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാവുന്നതാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി രാഷ്ട്രീയ സ്വയം സേവക സംഘം കോട്ടുകൽ മണ്ഡലം പ്രമുഖർ ശ്രീ MR ഉണ്ണികൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ആദരണീയരായ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ നമസ്കാരം. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഈ ഹിന്ദു സംഗമത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇതുപോലെ ഒരു പരിപാടി ഇവിടെ തയ്യാറായി എന്നതിന് ശരിക്കും ഹൈന്ദവ സംസ്കാരത്തെ അവഹേളിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി ഹിന്ദു സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയും അവഹേളിക്കുന്ന രീതിയിൽ നമ്മുടെ ദേശത്ത് തന്നെ പല രാഷ്ട്രീയ ഇടപെടലുകളും നടന്നതായി അറിയുവാനും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷങ്ങളെ പോലും തകർക്കുവാൻ ശ്രമിക്കുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ പ്രാദേശികമായ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടു എന്നതാണ് ഇതിന്റെ ഒരു ഉള്ളടക്കം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി സ്വാഗതം പറയാനുള്ളത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ രാജംപൂരത്തെയാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത്, നമുക്കറിയാം ശബരിമല പ്രക്ഷോഭത്തിൽ നമുക്ക് ഹൈന്ദവ സംസ്കാരത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടി നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ച സമരനായകൻ ആദരണീയനായ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കേരി, അദ്ദേഹത്തെയും ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ് അവർകളെയാണ്. അദ്ദേഹം നമുക്കറിയാം നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ശിവപ്രസാദ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹിന്ദു ഐക്യവേദി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ഹരിറാം, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം പുന്നൂർ ജില്ല മാനീയ സഹസംഘചാലക് ശ്രീ പി ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചടയമംഗലം ഖണ്ഡ് ശാരീരിക പ്രമുഖർ AV മനുലാൽ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സത്സംഗ് പ്രമുഖ് ശ്രീ അനൂപ് തപസ്യ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം കോട്ടുകൽ NSS കോട്ടുകൽ കരയോഗം വൈസ് പ്രസിഡന്റ് ശ്രീ G രവീന്ദ്രൻ പിള്ള,
അവർകളെയും ഈ പൊതുയോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. SNDP വയലാ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ കെ ശ്രീധരൻ അവർകളെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BSSന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G സത്യശീലൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AKBMS പ്രസിഡന്റ് J രാധാകൃഷ്ണൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KGKS മുൻ പ്രസിഡന്റ് ശ്രീ ഇടയം ശ്രീകുമാർ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീരശൈവ മഹാസഭാ സെക്രട്ടറി ശ്രീ ഗോപിനാഥൻ പിള്ള അവർകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പാണർ സമുദായം ശ്രീ ബിനുകുമാർ, അദ്ദേഹത്തെയും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠം കുബേരാശ്രമം, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോട്ടുകൽ പ്രാർത്ഥനാ സമിതി അംഗങ്ങളായ ശ്രീമതി രമ്യ RV, മാതൃസമിതി അംഗമായ ശ്രീമതി ശരണ്യ അജിത് എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ കൃതജ്ഞത അറിയിക്കാൻ എത്തിയിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘം കോട്ടുകൽ മണ്ഡൽ ബൗദ്ധിക് പ്രമുഖർ ശ്രീ ശ്യാംകുമാർ അവർകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിക്ക് പുറത്തും സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ നല്ലവരായ വ്യക്തിത്വങ്ങളെയും ഹൈന്ദവ വിശ്വാസികളെയും സനാതനധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിത്വങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നമസ്കാരം. ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കരി അവർ, ശ്രീ മഞ്ഞപ്പാറ സുരേഷ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി, ശ്രീ ശിവപ്രസാദ്, ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി, ഡോക്ടർ ഹരിറാം, ഹിന്ദു ഐക്യവേദി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, ശ്രീ P ഉണ്ണികൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം പുനലൂർ ജില്ലാ സഹസംഘാലക്, ശ്രീ അരുൺ കുമാർ, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ചടയമംഗലം മണ്ഡലം കാര്യവാർ, വേദിയിലും വേദിയിലിരിക്കുന്ന സമുദായ നേതാക്കളെ, സദസ്സിലിരിക്കുന്ന കാര്യകർത്താക്കളെ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് CPM പറഞ്ഞ ചില സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ തിരുവുത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷത്തെ ഉത്സവം ഏപ്രിൽ 5-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെ നടത്താൻ തീരുമാനിക്കുകയും അപ്രകാരം ഉത്സവം നടത്തുന്നതിന്റെ കാര്യങ്ങൾ ചിട്ടവട്ടമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഈ നാട്ടിലെ ചില CPMകാർ ബോധപൂർവം കാട്ടിക്കൂട്ടിയ ചില പ്രശ്നങ്ങൾ, അത് യാതൊരു പ്രശ്നവുമില്ലാതെ നാട്ടിലാകെ ഇവിടെ കലാപമാണ് എന്നുള്ള ഒരു ബോധപൂർവം അവർ സൃഷ്ടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നാട്ടിൽ പാട്ടാവുകയും ചെയ്തത് എന്നുള്ള വാസ്തവം. കഴിഞ്ഞ കുറെ കാലങ്ങളിലായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ വോട്ട് പരിശോധിച്ചപ്പോൾ അവർക്കുള്ള വോട്ട് നിലവാരം താഴുകയും BJPയുടെ വോട്ട് നിലവാരം വർദ്ധിക്കുകയും ചെയ്തതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ താഴേക്കിടയിലുള്ള ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റികളിലേക്ക് അവരൊരു നിർദ്ദേശം കൊടുത്തു. ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ടാണ് BJPക്ക് വോട്ട് വർദ്ധിക്കുകയും CPMന് വോട്ട് കുറയുകയും ചെയ്ത എന്നുള്ള കാര്യം അവർ താഴേക്കടയിൽ എത്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ CPMകാരും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേശ സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും നിങ്ങൾ എത്തപ്പെടണം, അവിടെ മനഃപൂർവ്വം ഭക്തജനങ്ങളില്ലാതെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും നമ്മുടെ ഉത്സവ കമ്മിറ്റി ഉപദേശ സമിതി കൂടിയപ്പോൾ CPMന്റെ ഏതാനും ചില വ്യക്തികൾ
ആ ഉത്സവ ഉപദേശസമിതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തപ്പെട്ടു. ആ എത്തപ്പെട്ട വ്യക്തികളെ പറ്റി പരിശോധിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ അതിന് മുമ്പോ പിമ്പോ അവർ ജനിച്ചിട്ട് പോലും ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാരല്ല. അത്തരത്തിലുള്ള ആൾക്കാരാണ് ക്ഷേത്ര വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഉപദേശസമിതി തെരഞ്ഞെടുത്തപ്പോൾ അതിൽ CPM-ന് വിഹിതം വേണം എന്നുള്ള രീതിയിൽ അവരെത്തപ്പെട്ടിട്ടുള്ളത്. ഒരു സമവായത്തിന്റെ പേരിൽ ഈ പറഞ്ഞ വന്ന ആൾക്കാരിൽ രണ്ടുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഉപദേശസമിതി ഉണ്ടാവുകയും പിന്നീട് വലിയ താമസമില്ലാതെ ഉത്സവം കൂടി ആലോചിക്കുകയും ആ ഉത്സവ കമ്മിറ്റിയിലും ഈ ബന്ധപ്പെട്ട ആൾക്കാരെ നിശ്ചിത ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് അവരിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ക്ഷേത്രമായിട്ട് ഉത്സവം നടത്താൻ തീരുമാനിച്ചത് 7 ദിവസത്തെ ഉത്സവമാണ്. അതിന്റെ ആദ്യത്തെ ദിവസം 5-ാം തീയതിയും ഉത്സവം തീരുന്ന തിരുവുത്സവം കഴിയുന്നത് 11-ാം തീയതിയുമായിരുന്നു. ആദ്യത്തെ ദിവസം 5-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു ഗാനമേള നടക്കുകയും ആ ഗാനമേള നടക്കുന്ന കൂട്ടത്തിൽ അതിന്റെ മധ്യഭാഗം അവസാന ഭാഗം എത്തിയപ്പോൾ ക്ഷേത്രത്തിലെത്തിയ ചില ആൾക്കാർ ഒരു ദേശഭക്തി ഗാനം ആലപിക്കണമെന്ന് ഗാനമേളക്കാർ കൂടെ പറയുകയും അപ്രകാരം അവരൊരു ദേശഭക്തി ഗാനം ആലപിച്ചത് പ്രകാരം അവിടെ നിന്ന ചില ചെറുപ്പക്കാർ ഭാരതമാതാ കി ജയ് എന്ന് വിളിച്ചത് CPM-ന്റെ പല ആളുകൾക്കും അത്ര രസിക്കാത്തത് കൊണ്ട് അവര് നാട്ടില് ആ രാത്രിക്ക് തന്നെ നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള CPM-കാരെ ഇങ്ങനെ ഇവിടെ ഭാരതമാതാ കി ജയ് എന്ന് വിളിച്ചിരിക്കുന്നു, ദേശഭക്തി ഗാനം പാടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആൾക്കാരെ സംഘടിപ്പിക്കുകയും ആ നേതാക്കന്മാര് താഴെയിലുള്ള പോലീസ് സേനയെ അറിയിക്കുകയും ഈ കോട്ടുകൽ പ്രദേശത്തിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും പോലീസ് എത്തുകയും ഒരു യുദ്ധസന്നാഹം നേരിടുന്ന രീതിയിൽ രാവിലെ നേരമെടുത്തപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ 4 ചുറ്റും പോലീസുകാരെ കണ്ടതാണ് ഭക്തജനങ്ങൾ കാണുന്നത്. വന്ന് കാണുന്ന ആൾക്കാർ പകച്ചു നോക്കുകയാണ്, എന്താണ് ഇവിടെ പോലീസ് വരാനുള്ള കാര്യം? ഒരു സംഭവമില്ലാത്ത കാര്യത്തിന് എന്തുകൊണ്ട് പോലീസ് വന്നതുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ വന്ന ആൾക്കാർ ചുറ്റുവട്ടം നോക്കുന്നു. ആർക്കും മനസ്സിലാവുന്നില്ല, പോലീസിനും മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും അവര് വൈകിട്ടോടുകൂടിയും പിറ്റേന്നത്തോടുകൂടിയും വന്ന പോലീസിന്റെ ഭൂരിഭാഗം പോവുകയും എന്നാൽ കടക്കൽ പോലീസിനും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ വീണ്ടും ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഇവിടുന്ന് പോകുന്നത്. വീണ്ടും ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവുത്സവത്തിന്റെ 6-ാം ദിവസം ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുന്നു. ആ പൊങ്കാല കഴിഞ്ഞ് അമ്മമാരും സഹോദരിമാരും പൊങ്കാല അർപ്പിച്ചിട്ട് പോകുന്ന ആ സമയത്ത് തന്നെ വീണ്ടും പോലീസ് എത്തുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ കോട്ടുകൽ വീണ്ടും പോലീസ് വരുന്നു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വേണ്ടിയ ആൾക്കാർ മൊത്തവും പോലീസിന് വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു. പോലീസിന് നിർദ്ദേശം കൊടുക്കുന്നതല്ല, ഇവിടെ എങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാം, ബോധപൂർവം എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളത് CPM-കാർ ബോധപൂർവം നോക്കിക്കൊണ്ട്, അത് മാത്രമല്ല അവിടെ കിട്ടിയിരിക്കുന്ന കാവിക്കൊടി, ക്ഷേത്രത്തിൽ കാവിക്കൊടി ഹിന്ദുവിന്റെ പ്രതീകമായിട്ടുള്ള കാവി കിട്ടിയിട്ടുണ്ടായിരുന്നു. ദേവികയുടെ പ്രതീകമായിട്ട് ഭക്തജനങ്ങൾ കൊടുക്കുന്ന കൊടി കിട്ടിയിട്ടുണ്ട്. അതവിടെ നിന്ന് അടിച്ചു മാറ്റണം. നമ്മുടെ കോട്ടുകൽ പ്രദേശങ്ങളിൽ കാവി ഉയർത്തിയിരിക്കുന്നു, റോഡിൽ കാവി ഇട്ടിരിക്കുന്നു. ആ കാവിക്കൊടികൾ അടിച്ചു മാറ്റി കൊടുക്കപ്പെടണം. അതിന് നമ്മൾ തയ്യാറാകണം. പോലീസുകാർ അതിന് ബന്ധപ്പെട്ട് നമ്മളോട് ചില നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ പറഞ്ഞു, ഇത് ഭക്തജനങ്ങൾ ചെയ്യുന്നതാണ്, ഇത് ഹിന്ദുവിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വരുന്നതാണ്, കാവി ഹിന്ദുവിന്റെ പ്രതീകമാണ്. നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ നിബിദിനം ആഘോഷിക്കുമ്പോൾ, അവർക്കുള്ള വിശേഷ ദിവസങ്ങളിൽ അവർ മതപ്രഭാഷണം നടത്തുമ്പോൾ, ക്രിസ്ത്യാനികൾ അവർക്കുള്ള പള്ളി പെരുമാൾ നടത്തുമ്പോൾ അവർക്കുള്ള കൊടികൾ കെട്ടും. ഏതെങ്കിലും ഒരു CPM-കാരൻ അവർക്ക് ബന്ധമെടുക്കുന്ന കോൺഗ്രസ്സുകാരോ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളോ മതക്കാരോ ഈ പറയുന്ന കൊടി അടിപ്പിക്കണമെന്നോ അവരോട് ആ രീതിയിൽ നിർദ്ദേശിക്കുകയോ നിങ്ങൾ പ്രദേശത്ത് കൊടി കെട്ടരുതെന്ന് പറയാൻ ഈ പറയുന്ന ആളുകൾക്കോ ധൈര്യമുണ്ടോ? ഇത്രയും നടന്നിട്ടും മാത്രം കൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല. പഞ്ചായത്തിന്റെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു, ദേവസ്വം ബോർഡിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുന്നു, വേണ്ടിയ നിർദ്ദേശങ്ങൾ ആകപ്പാടെ കൊടുക്കുന്നു. ഈ പല പല കാര്യങ്ങൾ, പല പല പോയിന്റുകൾ ഈ നാട്ടില് നമ്മുടെ കൊടികൾ കെട്ടിക്കൂടാ, ഉള്ള കൊടിമരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക ദിനമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഏപ്രിൽ 6-ാം തീയതി സ്ഥാപിച്ച കൊടികൾ ഉൾപ്പെടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കൊടികൾ അഴിച്ചു മാറ്റി കൊടുത്തു. എന്നിട്ടും തൃപ്തി അടയാതെ അവര് ആഹപ്പാടെ ഈ കൊടി ഇതാകെ അഴിച്ചു മാറ്റി കൊടുക്കണം, ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ
അവിടെ ബാലഗോകുലത്തിൻ്റെ ഒരു കൊടിയുണ്ട്. ആ കൊടിയെങ്കിലും അഴിച്ചു മാറ്റിക്കൊടുത്ത് അവർ സംതൃപ്തി അടയൂ എന്നുള്ള തീവ്രമായ ഒരു വൈരാഗ്യം ചെയ്യുന്ന രീതിയിൽ ആണ് ഇവിടുത്തെ CPM-കാർ പ്രവർത്തിച്ചത്. ഇനിയുള്ള നാടുകളിലും CPM-ന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം, ഹിന്ദു ആരാധനയോടുള്ള കടന്നുകയറ്റം അത് ചെറുത്തു തോൽപ്പിക്കുവാൻ ഇന്നാട്ടിലെ സമുദായ നേതാക്കളും ഭക്തജനങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ദീപപ്രവചനം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ പൂരം രാജൻ ഈ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന കാര്യാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി, അതോടൊപ്പം ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ചപ്പോൾ പേരുകൾ പറയപ്പെട്ട മഹത് വ്യക്തിത്വങ്ങൾ, ഇവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന നല്ലവരായ ഭക്തജനങ്ങളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സ്വാഗതം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ വേദിയിൽ വിട്ടുപോയ ഒരു മഹത് വ്യക്തിയുണ്ട്. പേട്രിയോട്ടിക് ഫോറത്തിൻ്റെ നാഷണൽ പേട്രിയോട്ടിക് ഫോറത്തിൻ്റെ നാഷണൽ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് KV രാജേന്ദ്രൻ. അദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഈ വേദി പങ്കിടുന്നുണ്ട്. ഈ സായം സന്ധ്യയിൽ നാമജപത്തോടുകൂടി നാം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ ജീവിതം, ആ ജീവിതത്തിൽ ഉൾപ്പെടുന്ന നാം എല്ലാവരും ജാതി മതഭേദമന്യേ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടുന്നതും ഒറ്റക്കെട്ടായി ജീവിതം നയിക്കേണ്ടുന്നതും ഈ നാടിന്റെ സാമൂഹിക സുരക്ഷിതത്വത്തിന് അനിവാര്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു സായാഹ്ന യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് ഉപോത്ഫലകമായിട്ടുള്ള കാര്യങ്ങൾ അധ്യക്ഷ പ്രഭാഷണ സമയത്ത് ബഹുമാനപ്പെട്ട പൂരം രാജൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രം ചിരപുരാതനമായിട്ടുള്ള ഐതിഹ്യങ്ങൾ ഉൾപ്പെട്ട് ആ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക ജീവിതം ചിട്ടപ്പെടുത്തി ഈ നാടിൻ്റെ ജീവിത മേഖലയുടെ സമസ്ത ഐശ്വര്യവും ദേവിയുടെ അമ്മയുടെ കടാക്ഷം കൊണ്ടാണ് എന്ന് അറിഞ്ഞ് ജീവിക്കുന്ന
ഒരു ഗ്രാമപ്രദേശമാണ് ഈ മഞ്ഞിപ്പുഴ അല്ലെങ്കിൽ കോട്ടുക്കൽ പ്രദേശം എന്ന് പറയുന്നത്. രാഷ്ട്രീയ അടിമത്വവും രാഷ്ട്രീയ സംഘർഷങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. ആ രാഷ്ട്രീയ സംഘർഷം ഇല്ലാതാകുന്നതിന് മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തമായ മേഖല കൂടിയായിരുന്നു ഇത്. ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് അവർക്ക് തോന്നിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം ഈ മണ്ണിൽ ഉദയം ചെയ്ത നാൾ മുതലാണ്. അതിന് അതിൻ്റെതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് അത്തരം വിവരണങ്ങൾ നൽകി സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാനെല്ലാം ശാഖയുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഒരു നാടിന്റെ സംസ്കൃതിയുടെ ആത്മവിശ്വാസവും ആത്മപ്രചോദനവുമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളെ ആത്മീയതയുടെ പേരിൽ, ധാർമ്മികതയുടെ പേരിൽ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ ആധ്യാത്മിക സംഘടനയായിട്ടുള്ള ശ്രീകൃഷ്ണ ശോഭായാത്ര നമ്മുടെ ഈ നാട്ടിൽ നടക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ ഈ ശാഖയിൽ വന്നിട്ടില്ല. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന എന്റെ സംഘപ്രവർത്തനത്തിൽ എന്റെ അനുജന്മാരായിട്ടുള്ള ഈ സഹോദരന്മാർ അവരും ജനിച്ചിട്ടുമില്ല എന്ന് വേണം കരുതാൻ. അപ്പൊ എന്റെ 14ാമത്തെ വയസ്സിലാണ് ഈ വിഷയം, ഈ രാഷ്ട്രീയ തിമിരം, രാഷ്ട്രീയത്തിന്റെ അടിമയായിട്ട് മാറപ്പെട്ട കോട്ടുക്കൽ ഗ്രാമത്തെ ആ അടിമത്വത്തിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് ഈ കോട്ടുക്കലിന്റെ ഗ്രാമാന്തരീക്ഷത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം കടന്നു വരികയും ധാർമ്മിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തന പന്താവ് ഇവിടെ രൂപം കൊള്ളുകയും ചെയ്തപ്പോൾ അന്ന് തുടങ്ങിയതാണ് രാഷ്ട്രീയ സംഘർഷങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചോദ്യം ചെയ്യാത്ത, അതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രമായിട്ടുള്ള കടക്കൽ പ്രദേശത്തിന്റെ അനുബന്ധ പ്രദേശങ്ങളാണ് ഇവിടെല്ലാം. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തെ കടന്നു വരുന്നതിന് അവർ അനുവദിക്കുമായിരുന്നില്ല. അന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി വലിയ ആഘോഷത്തോടുകൂടി നടക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞാൽ അവരാരും അങ്ങനെ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് കാണുന്ന ഒരു മതിലുണ്ട്, ഒരു ചുവര്. അന്ന് ഈ ശാഖയിൽ വരുന്ന ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ആ സമയത്ത് ആദ്യകാല പ്രവർത്തകര് ആ ശ്രീധരനെ കൊണ്ട് വലിയ അക്ഷരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര എന്ന് വലിയ എവിടെ നിന്നായാലും കാണത്തക്ക രീതിയിൽ അതിൽ ചുവരെഴുതി വെച്ചു. പക്ഷെ ആ ചുവരിന് മണിക്കൂറുകളുടെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടും കരിയോയിൽ തേച്ച് കൊത്തി ഇളക്കി അങ്ങനെയൊന്നും ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ചത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷേ അന്നത്തെ ആദ്യകാലത്തെ പ്രവർത്തകർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഈ കോട്ടക്കലിന്റെ ഐശ്വര്യവും ഭാവിയും സുരക്ഷിതമായിരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ ഒരു രാത്രി കൊണ്ട്, ഒരു പകൽ കഴിഞ്ഞൊരു രാത്രി കൊണ്ട് അവിടെ ആ മതിലിന് സമാനമായിട്ട് വലിയ ഒരു ബാനർ അവിടെ സംഘടിപ്പിച്ചു. രാവിലെ ആളുകൾ നോക്കുന്ന സമയത്ത് അതേ മതിലിന്റെ അടുത്ത് തന്നെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര എന്ന് ഒറ്റ രാത്രി കൊണ്ട് ചുവരിനേക്കാളും മനോഹരമായ രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമധേയം ആലേഖനം ചെയ്തുകൊണ്ട് ആ ചുവരെഴുത്ത് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, ആത്മപ്രചോദനം നഷ്ടപ്പെട്ട, പ്രചോദനമില്ലാത്ത ഈ നാട്ടിലെ ഹിന്ദു സമൂഹം ആദ്യമായിട്ട് അവർ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഭാഗമായിട്ട് ഹൈന്ദവ ധർമ്മത്തിന്റെ പ്രഘോഷണത്തെ നെഞ്ചേറ്റ് രണ്ട് കൈകൊണ്ടും സ്വീകരിക്കുവാൻ തയ്യാറായതുകൊണ്ട്
ആ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ കോട്ടക്കൽ പ്രദേശത്ത് രേഖപ്പെടുത്തിയതാണ്. അത് RSSന്റെ പേരിലായിരുന്നു. അതോടുകൂടി അവസാനിച്ചതാണ് ഈ കോട്ടക്കലിലെ ഈ സംഘർഷം. പക്ഷേ RSSകാർക്ക് ബദലാകുവാൻ വേണ്ടിയിട്ട് ഇന്നേ വരെ ഇവിടെ രാഷ്ട്രീയ ശക്തി ഉണർന്നു വന്നിട്ടില്ല എന്ന് അന്ന് തന്നെ ഈ ശക്തികളുടെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ജൈത്രയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനുശേഷമൊക്കെ എന്റെ 18ാമത്തെ വയസ്സ് തൊട്ട് ശാഖയിൽ വരികയും ശാഖയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്ത് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും വീണ്ടും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വളരെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അന്തരീക്ഷത്തിൽ ഹൈന്ദവ ധർമ്മത്തിന്റെ ആഘോഷങ്ങൾ നടക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അത് അലങ്കോലപ്പെടുത്താനും അതിന്റെ ഐശ്വര്യത്തെ നഷ്ടപ്പെടുത്തുവാനും അതിന്റെ അർത്ഥത്തെ ഇല്ലാതാക്കുവാനും അതിന്റെ സാമൂഹ്യ സമ്മേളനത്തെ തുരങ്കം വയ്ക്കുവാനും വേണ്ടിയിട്ട് ഈ ശക്തികൾ പുതിയ രൂപത്തിൽ രംഗത്ത് വരുമ്പോ അതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈറ്റില്ലങ്ങളിൽ അവർക്ക് സഹായമായിട്ട് നിന്നിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നാമധേയത്തിലുള്ള ആശയങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് നടന്ന വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പേക്കൂത്തിന് പ്രതിരോധം തീർക്കുവാൻ ആദ്യകാല പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വേദി സംഘടിപ്പിക്കപ്പെട്ട ആളുകൾ ഇന്ന് ഈ ഹിന്ദു സമൂഹം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കണ്ട ഇന്നത്തെ ഈ സംഘാടകർ അന്ന് ജനിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോഴും അവർ ഇന്ന് ചെയ്ത പ്രവൃത്തി അതുപോലെ പ്രതിരോധം തീർക്കുന്നതാണ് എന്ന് ഉറച്ച നാമധേയത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്നതിന് 15 ദിവസത്തിന് മുമ്പ് തൊട്ടടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന കടക്കൽ ദേവീ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു. അവിടെ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ഓഫീസിൽ നിന്നാണ്, ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്നാണ്. ആ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന് അത് ചോദിക്കുവാനുള്ള ആത്മധൈര്യം ഇന്നും ഉണ്ടായിട്ടില്ല. അത് ചോദിക്കുന്നത് നിയമവ്യവസ്ഥയായിരുന്നു. അങ്ങനെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നപ്പോ ആ ഉത്സവത്തിൽ വിപ്ലവ ഗാനം ചൊല്ലി, ഞങ്ങൾക്കതിനകത്ത് എതിർപ്പില്ല. ആ ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തെയും ക്ഷേത്രാങ്കണത്തെയും പങ്കിലമാക്കിക്കൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് ധാർമ്മികതയുടെ അർത്ഥതലങ്ങളെ ഭേദിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേക്കൂത്തരങ്ങേറുവാൻ വേണ്ടിയിട്ട് കടക്കൽ ദേവീ ക്ഷേത്രത്തിന്റെ മൈതാനം ഉപയോഗിച്ചപ്പോൾ അവിടെ പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ എന്ന് കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ചുറ്റാകെ പോലീസുകാരുടെ നെടും കോട്ടയുണ്ടാക്കിക്കൊണ്ട് ആ സംരക്ഷണത്തിന്റെ കീഴിൽ ആ ദേവീ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിപ്ലവ ഗാനത്തെ ആലപിച്ചപ്പോ ആ ആലപിച്ച വേദിയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും കൊടിതോരണങ്ങൾ പാറിപ്പറക്കുന്ന അവസ്ഥ അവിടെ സംജാതമായപ്പോൾ ചോദ്യം ചെയ്തത് കോടതിയായിരുന്നു. അന്നവിടെ വേറെ ആരും ചോദ്യം ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല. ആ ശക്തി ഇന്നും അവിടെ നിലനിൽക്കുമ്പോൾ ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ശക്തി ഉപയോഗിക്കുന്നത് ഹൈന്ദവ ധർമ്മത്തെ ചോദ്യം ചെയ്യുവാനും ഹൈന്ദവ ധർമ്മത്തെ ഇല്ലാതാക്കുവാനും എന്നുള്ളതാണ് എന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയുന്ന കാലം വരും എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ടെന്തേ അതിനുശേഷം ഞാൻ പറയുകയാണ്, നമ്മുടെ കടക്കൽ തമ്പുരാട്ടിയുടെ മുൻപിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ അവിടെ വഴിപാടുകൾ നേരുന്നതാണ്. നമുക്ക് എന്ത് സങ്കടം വന്നാലും നമ്മുടെ അമ്മയുടെ മുന്നിൽ പറയുന്നത് പോലൊക്കെ തന്നെ ആ ദേവീക്ഷേത്രത്തിലും ചെന്ന് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയും. അങ്ങനെ അലോഷി എന്ന് പറയുന്ന ആ വ്യക്തി പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ എന്ന് കടക്കൽ തമ്പുരാട്ടിയുടെ മുന്നിൽ പാടുമ്പോ ആ തമ്പുരാട്ടിക്ക് പല പുഷ്പന്മാരും വന്ന് അർച്ചനകൾ ചെയ്തിട്ടുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അലോഷി പറഞ്ഞിട്ടുള്ള പുഷ്പൻ ഏതാണ് എന്ന് ആ അമ്മയ്ക്ക് അറിയാൻ വയ്യായിരുന്നു. ആ പുഷ്പൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടും വഞ്ചനയുടെയും ചതിയുടെയും ഇരയായിട്ടുള്ള പുഷ്പനെയായിരുന്നു. രക്തസാക്ഷിത്വം വഹിച്ച പുഷ്പൻ വർഷങ്ങളോളം ജീവച്ഛവമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ചുമന്നുകൊണ്ട് നടന്ന പുഷ്പനെ, ആ പുഷ്പനെ കടക്കൽ ദേവിക്ക് അറിയാൻ വയ്യായിരുന്നു. കാരണം അതറിയാൻ പാടില്ല. അതിനുശേഷം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും മറ്റും തോരണങ്ങളും കെട്ടി അലങ്കരിച്ചിട്ട് അത് വലിയ 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 വിപ്ലവമാണ് എന്ന് പറഞ്ഞ ആ സഖാക്കന്മാരുടെ പ്രവർത്തനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദ്യം ചെയ്യുക മാത്രമല്ല ആ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു. അതിന്റെ ക്ഷീണമുണ്ട്. ആ ഗ്രൗണ്ടിന് വേറെ പ്രത്യേകതയുണ്ട്. പിണറായി വിജയന്
വന്ന് പരിപാടി നടത്തുവാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരള യാത്ര നടത്തി, നവകേരള യാത്ര നടത്തി വരുമ്പോ അമ്മയുടെ തിരുമുന്നിൽ വന്ന് അദ്ദേഹത്തിന് പ്രസംഗിക്കണം. ഹിന്ദു ഐക്യവേദി അനുവദിച്ചില്ല. ചക്കുവള്ളി ക്ഷേത്രത്തിലും മൈതാനത്താണ് ഇവരുടെ എല്ലാം പേക്കൂത്ത് നടത്തുവാൻ, നാടകം നടത്തുവാൻ വേണ്ടിയിട്ട് വേദി കെട്ടേണ്ടുന്നത്. ധാർമ്മിക സ്ഥാപനത്തിന്റെ ഒരു തരി മണ്ണിൽ പോലും പാർട്ടിയുടെ കാലുറപ്പിക്കുവാൻ സമ്മതിക്കില്ല എന്ന് ഹിന്ദു ഐക്യവേദി കോടതിയിൽ റിട്ട് കൊടുത്തുകൊണ്ട് അത് മുഴുവനും ഒരു രാത്രി കൊണ്ട് പാർട്ടിക്ക് ചുമന്നു മാറ്റേണ്ടി വന്ന ചരിത്രം അവർക്കുണ്ട്. അതിന്റെ എല്ലാം പ്രതികാരമായിട്ട് അമ്മയുടെ മുന്നിൽ വിപ്ലവഗാനം ആലപിക്കുമ്പോ ആ വേദിയില് പാർട്ടിയുടെ കൊടിതോരണങ്ങൾ പാറിപ്പറപ്പിച്ചത് എവിടുന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 2 നാൾ മുമ്പ് സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ കൊല്ലത്ത് നടന്നപ്പോ അവിടുത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് കടക്കൽ ദേവി ക്ഷേത്രത്തെ അലങ്കരിച്ചിട്ട് അവിടെ പുഷ്പനേറിയാമോ എന്നുള്ള വിപ്ലവഗാനം പാടിക്കൊണ്ട് ഹിന്ദു ധർമ്മത്തെയും ഹിന്ദുക്കളെയും ഹിന്ദു ഐക്യവേദിയെയും ചോദ്യം ചെയ്യുവാൻ അവർക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കേരളത്തിലും നടപ്പിലാക്കും എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് 15 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ അമ്മത്തമ്പുരാട്ടിയുടെ മുന്നില് ഉത്സവം വന്നു. ആ ഉത്സവത്തില് കാവിക്കൊടികൾ കൊണ്ട് ഇവിടുത്തെ പ്രവർത്തകർ ആ ക്ഷേത്രത്തെ അലങ്കരിച്ചു. കോട്ടുക്കൽ വന്നു കഴിഞ്ഞാൽ കാവിമയമാണ്, കാവിത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഇത് കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. പോലീസിനെ പറഞ്ഞുവിട്ടു. പോലീസുകാർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പാർട്ടി നേതാക്കന്മാർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ പോലീസിനോടൊപ്പം വന്ന് ഈ കൊടിതോരണങ്ങൾ എടുത്തു മാറ്റുവാൻ വേണ്ടി ആജ്ഞാപിച്ചു. ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചു. പക്ഷെ കൊടിയെടുത്തു മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, ആ പേര് പറഞ്ഞത് ആ സെക്രട്ടറിയുടെ പദത്തിന് അനുയോജ്യമാണ്, പക്ഷെ ഒരു എട്ടും പൊട്ടും തിരിയാത്തൊരു സ്ത്രീയാണ് അവിടെ ഇരിക്കുന്നത്. പാർട്ടി എന്തോ പറയുന്നതെന്ന് വെച്ചാൽ കേൾക്കും. കൊടിതോരണങ്ങളെല്ലാം ഇവിടുന്ന് അഴിച്ചു മാറ്റണം പൊതുനിരത്തിലെ. അങ്ങനെ കൊടിതോരണങ്ങൾ പോലീസിനെ കൊണ്ടുവന്ന് അഴിച്ചു മാറ്റാൻ നോക്കുമ്പോ ആദ്യത്തെ കൊടി പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൈപ്പിലിട്ട കൊടിയായിരുന്നു പാർട്ടിക്ക് എടുത്തു മാറ്റേണ്ടി വന്നത്. ഇത് കോട്ടക്കൽ കണ്ടതാണ്. പക്ഷെ ഒരു കാവിക്കൊടിയുടെ പുറത്ത് തൊടുവാൻ, ഒരു കാവിക്കൊടിയുടെ കെട്ടിയിരിക്കുന്ന കമ്പിൽ തൊടുവാൻ പോലീസിനോ പാർട്ടിക്കാർക്കോ സാധിച്ചില്ല, ദേവസ്വം ബോർഡിന് സാധിച്ചില്ല. ഇതറിഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതൃത്വം, ഞാൻ ഉൾപ്പെടെ, തലവൂർ ഗോപാലകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോട്ടുക്കൽ വന്ന ഒരു കാറിനകത്ത് ഞങ്ങൾ 100 കൊടിയുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ ഇവിടെ വന്നത്. അങ്ങനെ കൊടി കെട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ, അമ്പലപ്പറമ്പിൽ കാവിക്കൊടി കെട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ കാവിക്കൊടി കെട്ടിയിട്ടേ പോകൂ എന്ന് ഉറച്ച ധൈര്യത്തോടു കൂടി ഞങ്ങൾ 100 കൊടിയുമായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോ പോലീസുകാർ, 100 കണക്കിന് പോലീസുകാർ, ഇന്നിപ്പോ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലീസേ ഉള്ളൂ, 10, 7, 8 പേരേ ഉള്ളൂ. നിരപരാധികളായിട്ടുള്ള പോലീസുകാർ പാർട്ടിയുടെ ആജ്ഞ കേട്ടിട്ട് അവർക്കിവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ നിർദ്ദേശം കേട്ടേ പറ്റൂ. അങ്ങനെ ഇവിടെ 100 കണക്കിന് പോലീസുകാർ വന്ന് സ്വാഗത പ്രസംഗകൻ പറഞ്ഞത് കണക്കൊരു ഭീകരാന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ കൊടിയൊക്കെ എടുത്ത് ഇവിടെ കെട്ടാം എന്ന് പറഞ്ഞു വന്നപ്പോ ഒരു കൊടി പോലും ഞങ്ങൾക്ക് കെട്ടാനുള്ള സ്ഥലമില്ല. അവിടെ മൊത്തം കാവിക്കൊടി തന്നെയാണ്, അവിടെ മുഴുവൻ കാവിക്കൊടിയാണ്. ഒരു കൊടി പോലും എടുത്തു മാറ്റിയിട്ടില്ല. അവർക്ക് പോലീസുകാർക്ക് എടുത്ത് മാറ്റാൻ സാധിച്ചില്ല. അങ്ങനെ പോലീസുകാരോട് ചോദിച്ചപ്പോ പരിചയമുള്ള പോലീസുകാർ പറഞ്ഞത്, കൊടിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്, പക്ഷെ ഇന്ന് ആ കാവിക്കൊടിക്ക് കാവൽ നിൽക്കേണ്ടുന്നൊരു ഗതികേട് ഞങ്ങൾക്ക് വന്നത് പാർട്ടിയുടെ തീരുമാനം ശിരസാ വഹിച്ചുകൊണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗതികേട് അവർക്ക് വന്നുപോയി. അങ്ങനെ ഞങ്ങൾക്ക് ഈ 100 കാവിക്കൊടിയായിട്ട് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. ഇത് വേറെ ആരും അറിഞ്ഞില്ല, ഇത് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഇതാണ് കോട്ടുക്കലിന്റെ ചരിത്രം. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ചുവരെഴുത്തില്ലാതാക്കാൻ ശ്രമിച്ച ശക്തികൾ ഇന്ന് പല ബാഹ്യശക്തികളുടെയും സഹായത്തോടു കൂടി ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിലെ ക്ഷേത്രത്തിന്റെ ധാർമ്മികമായിട്ടുള്ള ഐശ്വര്യത്തെ ചോദ്യം ചെയ്യുവാൻ അവർ തുനിഞ്ഞതിലൂടെ RSSനെ ഇല്ലാതാക്കാമെന്നാണ് അവർ കരുതുന്നത് എന്നുണ്ടെങ്കിൽ RSSന്റെ ഒരു കൂടയിൽ പോലും തൊടാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാഷ്ട്രം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ രാഷ്ട്രം ചങ്കുറപ്പോടുകൂടി ഒറ്റക്കെട്ടായിട്ട് ജനതയ്ക്ക് മറികടക്കുവാനുള്ള ആത്മധൈര്യം പകരേണ്ടതിന് ഒറ്റക്കെട്ടായിട്ട് നാം മുന്നോട്ട് പോകണമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുവാൻ ഹിന്ദു ഐക്യവേദിക്ക് സാധിക്കും എന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുമ്പോ
ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ആരെയും ആക്രമിക്കാനല്ല, ആരെയും കീഴ്പ്പെടുത്താനോ ഭയപ്പെടുത്താനോ അല്ല, നേരെ മറിച്ച് സഹവർത്തിത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, ഒരുമയോടുകൂടി ഈ ഭാരതത്തിന്റെ ഐശ്വര്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സുരക്ഷയുടെ ഉറപ്പാണ് ഹിന്ദു ഐക്യവേദി ഈ കൂട്ടായ്മയിലൂടെ നൽകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സായം സന്ധ്യയിൽ നാമജപം ഉയരുന്ന ഈ നാവിന്റെ മുന്നിൽ വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന വത്സേട്ടൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വരും നാളുകളിൽ ഭാവി എങ്ങനെ നമുക്ക് സുരക്ഷിതമാക്കാം, ആ സുരക്ഷിതത്തിന്റെ പാതയെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് വന്ദേ മാതരം. ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയ അധ്യക്ഷൻ ശ്രീ രാജൻജി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ഞപ്പാറ സുരേഷ്, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ഹിന്ദു നേതാക്കന്മാരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഇത്തരമൊരു സംഗമം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗകനും അധ്യക്ഷനും ശ്രീ സുരേഷ് ജിയുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചു. ഈ യോഗത്തിന് എന്നെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷേ ഏതായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭമാകുമ്പോഴത്തേക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പാകിസ്ഥാനെ തോന്നിയിട്ടുണ്ട്. അവര് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് വെടിനിർത്തിക്കൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏകദേശം വെടിനിർത്താൻ തീരുമാനമായിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സന്തോഷകര യുദ്ധം നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ തന്നേ എന്ന് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഭാരതത്തിന്റെ ഊക്കെന്താണ്, കരുത്തെന്താണ്, ആ അടിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലായപ്പോൾ 2-3 ദിവസമായിട്ട് അതിങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വിടുന്നൊന്നും ഇങ്ങനെ എത്തുന്നുമില്ല, അങ്ങോട്ട് നല്ലോണം കിട്ടുകയും ചെയ്യുന്നു എന്ന് വന്നപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഭൂപടത്തിൽ നിന്ന് അങ്ങനെ ഒരു രാജ്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വന്നപ്പോൾ അവര് അഭ്യർത്ഥിച്ചതനുസരിച്ച് തൽക്കാലം വെടിനിർത്തൽ വരാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായാലും ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേട്ടതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 2 പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. ഒന്നിവിടെ ദേശഭക്തി ഗാനം പാടി, അതിന്റെ പേരിൽ അങ്ങനെ പാടിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ദേശഭക്തി ഗാനം പാടി എന്നതിന്റെ പേരിൽ കുറച്ചാളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദേശഭക്തി ഗാനം പാടിയതിന്റെ പേരിൽ കേസെടുക്കുന്നുണ്ടെങ്കിൽ പോലീസ് ആരെല്ലാം പേരിൽ കേസെടുക്കണമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ രാജ്യം മുഴുവൻ ഇപ്പൊ ദേശഭക്തി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദേശഭക്തി എന്ന് പറഞ്ഞാൽ രാഷ്ട്രഭക്തിയാണ്. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. നമ്മുടെ രാഷ്ട്രം, അതിന്റെ സംസ്കൃതി, പാരമ്പര്യം, വിശ്വാസ പ്രമാണങ്ങൾ, മൂല്യങ്ങൾ, അതിന്റെ എല്ലാം തുടക്കം ഈ ദേശഭക്തിയുമായി ബന്ധപ്പെട്ടതാണല്ലോ. നമ്മുടെ വേദങ്ങളുണ്ട്. ആ വേദത്തിൽ രാഷ്ട്രഗീതങ്ങളുണ്ട്.
അതിന്റെ തുടക്കത്തിൽ പറയുന്നത് മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ, ഭൂമി നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം അതിന്റെ മക്കളാണ്. അതാണ് രാഷ്ട്രഭക്തി, അതാണ് ദേശഭക്തി. വേദങ്ങളിലെ രാഷ്ട്രഭക്തി ഗീതങ്ങൾ ചേർത്തുകൊണ്ട് മഹാരാഷ്ട്രക്കാരനായ സാവന്തലേക്കർ എന്ന് പറഞ്ഞ ഒരു മഹാൻ സംസ്കൃത പണ്ഡിതൻ വേദങ്ങളിലെ രാഷ്ട്രഗീതങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അത് മാന്യ ആർ ഹരിയേട്ടൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഗീതങ്ങൾ അതിൽ, വേദങ്ങളിലെ ദേശഭക്തി ഗീതങ്ങൾ അതിലുണ്ട്. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണത്. പിന്നീട് ത്രേതായുഗം വന്നപ്പോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണന്റെ ദശമുഖ രാവണന്റെ ദർപ്പമടക്കിയ കോദണ്ഡ രാമൻ ലങ്കയിൽ നിന്ന് തിരിച്ച് സീതയെ ദേവിയെയും കൂട്ടിയിട്ട് അയോധ്യയിലേക്ക് പോകാൻ വേണ്ടി, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അനിയൻ ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ല രാമേട്ടൻ, നമുക്ക് ഇടത്ത് നിന്ന് പോരെ, ലങ്ക അതിമനോഹരമായ സ്വർണമയമായ ഒരു രാജ്യമാണ്, നമുക്കിവിടെ തന്നെ താമസിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ശ്രീരാമൻ ലക്ഷ്മണനെ അടുത്ത് ചേർത്ത് നിർത്തി മൂർധാവിൽ പുണർന്നുകൊണ്ട് ലക്ഷ്മണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ ലക്ഷ്മണ, ശരിയാണ് നീ പറഞ്ഞത്, ലങ്ക സ്വർണമയാണ്, പക്ഷെ പെറ്റമ്മയും പറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. അഭി ഹൈമവതി ലങ്ക നമോ ലക്ഷ്മണ രോചതേ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവികരീയസി എന്നാണ് പറയുന്നത്. അത് രാമായണത്തിലെ ദേശഭക്തി ഗാനമാണ്. പെറ്റമ്മയും പറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന്. പിന്നീട് നമ്മുടെ നാട്ടിൽ ഉണ്ടായ എല്ലാ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം ഈ ദേശഭക്തി ഗാനമാണ്. ഏറ്റവും അവസാനം നമ്മുടെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയുണ്ട്. അതിൽ ഭാരത മഹിമ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഭക്തിയാണ് അതിൽ പറയുന്നത്. കാലമെന്ന് കലിയുഗമല്ലയോ, ഭാരതമി പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മെ നന്നായി നിരൂപിപ്പീനെല്ലാരും എന്ന് പറഞ്ഞ് ഭാരതത്തെക്കുറിച്ചുള്ള മഹത്തരമായ ഈ ഭാരതം എന്താണ് എന്ന് പറയുന്നത്, അതിന്റെ സവിശേഷതകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി അങ്ങനെ പറയുകയാണ്. ജംബുദ്വീപ് എന്ന് പറയുന്ന ദ്വീപത്തിൽ പെട്ട ഈ ഭാരതം എത്ര ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടായി വർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായി അതിൽ ഭാരത ഭക്തി അങ്ങനെ വഴിഞ്ഞൊഴുകുന്നു. ജ്ഞാനപ്പാനയിൽ, പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ. അതൊക്കെ ക്ഷേത്രത്തിൽ വെക്കാൻ പാടുണ്ടോ? ജ്ഞാനപ്പാന പാടാമോ? ദേശഭക്തി ഗാനം പാടാമോ? നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ കവികളായ കവികളെല്ലാം, നമ്മുടെ വള്ളത്തോൾ നാരായണമേനോൻ പറയാണ്, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ ത്രസിക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇന്നത്തെ പോലീസുകാർ വള്ളത്തോളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കുമല്ലോ, നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ടത് കേസെടുക്കുമല്ലോ. വള്ളത്തോൾ ദേശഭക്തി ഗാനം പാടിയിരിക്കുകയാണ്, കുറ്റമല്ലേ? വേറൊരു കവി പാടുകയാണ്, അന്ന് സ്വാതന്ത്ര്യമില്ലല്ലോ, ബ്രിട്ടീഷുകാരല്ലേ ഭരിക്കുന്നത്. അപ്പോ കവി പാടുകയാണ്, ഹാ വരും വരും നൂനമാ ദിനമെന്നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. ഹാ വരും വരും നൂനമാ ദിനമെന്നാടിന്റെ പാവന പതാകകൾ കടലിൽ തത്തിപ്പാറും എന്ന്. എന്റെ നാടിന്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കുന്നൊരു കാലം വരും. എന്റെ നാടിന്റെ പാവന പതാക, അതേത് പാവന പതാകയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല, അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. അത് സപ്തസമുദ്രങ്ങളിലും കടലിൽ തത്തിപ്പാറും എന്ന് പറഞ്ഞിരുന്നു. അത് സ്വാതന്ത്ര്യ സമരകാലത്തെ ഏറ്റവും സമുജ്വലമായ ഒരു ഗാനമായി ആദരിക്കപ്പെട്ടതാണ്.
കുഞ്ഞിരാമൻ നായരുടെ നരബലി എന്ന കവിതയുണ്ട്, പി കുഞ്ഞിരാമൻ നായരുടെ. അതിലിങ്ങനെ പറയുകയാണ്, തരിക്കില്ല മനം തെല്ലും പകക്കാരണഭൂമിയിൽ, മരിക്കാം ഞാൻ നിനക്കായി മംഗളാദർശ ദേവതേ എന്ന് ഭാരതഭൂമിയോട് പറയുകയാണ്. തരിക്കില്ല മനം തെല്ലും പകയ്ക്കാരണഭൂമിയിൽ, യുദ്ധഭൂമിയിൽ ഞാൻ തളർന്നു പോകില്ല, പകച്ചു പോകില്ല. മരിക്കാം ഞാൻ നിനക്കായി. ആർക്കായി? മംഗളാദർശ ദേവതയെ, ഈ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ മരിക്കാം എന്നാണ്. മറ്റൊരു കവി പറയുകയാണ്, ഒരിക്കലേ വേണ്ടൂ മരണമെന്ന് പറയുന്നത് ഒരിക്കലേ ഉണ്ടാവൂ എന്നാണ്. ശരിക്കതമ്മയ്ക്കായിരിക്കിൽ നന്നല്ലി എന്നാണ് ചോദിക്കുന്നത്. ഏതമ്മയാണ്? ഭാരതാമ്മയാണ്. മരണം ഒരിക്കലേ ഉണ്ടാവൂ, ആ മരണം അമ്മയ്ക്കായിരിക്കിൽ നന്നല്ലി എന്നാണ് ചോദിക്കുന്നത്. ആ മരണം രാഷ്ട്രത്തിന് വേണ്ടിയാവുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നാണ്. അങ്ങനെ നമ്മുടെ കവികളായ കവികളെല്ലാം ഈ ദേശഭക്തി ഗാനം പാടിയത് എന്തിനാണ്? വേറൊരു വരികൾ ഞാൻ പറയാം. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമായൊരു രാഗമാലിക നാം. ഒന്നേ നമ്മുടെ മധുര സ്വപ്നം, ഒന്നേ സങ്കൽപ്പം, ഒന്നേ നമ്മുടെ മാനസതാരിൽ സ്പന്ദന മൃദുതന്ത്രം, കരളിൽ കാൽത്തളിർ വെപ്പിലും ഒരുപോൽ ശ്രുതിലയ താളങ്ങൾ. ഇതെഴുതിയ ആരാന്നറിയോ? ഇതെഴുതിയ ആള് തിരുവനന്തപുരത്ത് LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ON വേലുക്കുറുപ്പ് എന്ന് പറയുന്ന ONV കുറുപ്പാണ്. ആ ONV കുറുപ്പ് എഴുതിയ കവിതയാണിത്. അദ്ദേഹം എഴുതിയ വേറെ വരി പറയാം. ചൈന യുദ്ധത്തിന്റെ സമയത്ത് മറ്റേ കൂട്ടരുടെ നിലപാട് എന്താണെന്ന് ഞാൻ പിന്നെ പറയും. ഇദ്ദേഹം CPI ആയിരുന്നു, CPIയുടെ പക്ഷത്തായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ചതിയുടെ കാഞ്ചി വലിച്ചൊരു ശത്രുപ്പടയുടെ നേരെ, മോഹമതത്തിൽ മുങ്ങി മയങ്ങിയ കാടത്തത്തിന് നേരെ, ഇവിടെ പുതിയൊരു താണ്ഡവമാടാൻ വരുന്നു ഭാരതവീരന്മാർ, വരുന്നു ഭാരതവീരന്മാർ. ദേശഭക്തി ഗാനമാണ്. ONV എഴുതിയതാണ്. ONV അറസ്റ്റ് ചെയ്യാൻ പറ്റൂല, കാരണം അദ്ദേഹം മരിച്ചുപോയി. എത്ര വരികൾ നമ്മുടെ രാഷ്ട്രസ്നേഹത്തിന്റെ അമ്മയെ ആദരിക്കുന്ന. അപ്പോ അങ്ങനെ വരുമ്പോ വന്ദേ ഭാരതമോ, വന്ദേ മാതരമോ, ഭാരത് മാതാക്ക് ജയ് വിളിച്ചു എന്നുള്ളതിന്റെ പേരില കേസെന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി അറസ്റ്റ് ചെയ്യണ്ടേ? സ്വാതന്ത്ര്യ സമരകാലത്ത് വിളിച്ചെന്താണ്? ഭാരത് മാതാക്ക് ജയ് എന്നല്ലേ? ആ ഭാരത് മാതാക്ക് ജയ് വിളിച്ചാണ്, വന്ദേ മാതരം മുഴക്കിക്കൊണ്ടാണ് നമ്മുടെ ആയിരക്കണക്കിന് വർഷക്കാലം നമ്മുടെ രാഷ്ട്രം അടിമത്തത്തിലാഴ്ത്തി ഏറ്റവും അവസാനം നമ്മുടെ നാടിനെ 200 വർഷത്തോളം അടക്കി ഭരിച്ച സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് നടത്തിയ ലക്ഷങ്ങൾ അണിനിരന്ന പോരാട്ടത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ ഈ ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും ഒക്കെ ആയിരുന്നില്ലേ? അത് ദേശഭക്തിയല്ലേ? ആ ദേശഭക്തി എന്നത് ഏതൊരു രാഷ്ട്രത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അറിയാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. ഈ രാഷ്ട്രം എന്ന് പറയുന്ന ഒന്നില്ലെന്നും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ പാടില്ലെന്നും പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ഈ ദേശഭക്തി, രാഷ്ട്രഭക്തി, രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് അലർജിയാണ്. അതവരുടെ ചരിത്രമാണ്, അത് DNA-യിലുള്ളതാണ്, ജനിതകമാണ്. പിന്നെ ഈ ക്ഷേത്രവിശ്വാസം, ആരാധന, അതിനോടൊക്കെയുള്ള നിലപാടെന്തായിരുന്നു നേരത്തെ പറഞ്ഞ കൂട്ടരുടെ? ആ DNA എന്താണ്? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതൊരു ദർശനമാണ്, ആശയമാണ്. എന്താ അതിന്റെ അടിസ്ഥാന സിദ്ധാന്തം? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. എന്താ ഭൗതികവാദം? ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈശ്വരൻ
ക്ഷേത്രം, വിശ്വാസം, ആരാധന അതെല്ലാം തെറ്റാണ്. ഇതൊന്നുമില്ല. അതാണ് ഭൗതികവാദം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസം ഉണ്ടായത്. അപ്പൊ ഹെഗലും കാറൽ മാർക്സും കൂടി ചേർന്നുണ്ടാക്കിയ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കമ്മ്യൂണിസം അത് ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അത് മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അത് ആത്മീയതയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അത് രാമനിൽ വിശ്വസിക്കാൻ പാടുണ്ടോ? ഇല്ല. കൃഷ്ണനെ വിശ്വസിക്കാമോ? പാടില്ല. രാമായണം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഉപനിഷത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. വേദങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഭഗവത്ഗീത അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും മതവിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് മാർക്സിസം. അപ്പൊ മാർക്സിസം എന്ന് പറഞ്ഞത് ഈ ദൈവമില്ല, ഈശ്വരനില്ല എന്ന സിദ്ധാന്തത്തെയാണ് മാർക്സിസം എന്ന് പറയുന്നത്. അതും ഇതും തമ്മിൽ കൂട്ടിച്ചേരൂല, ഒരിക്കലും അത് ചേരില്ല. രണ്ട് സമാന്തര പാതകളാണ്. അപ്പൊ പിന്നെന്തിനാ ഇവർ അമ്പലത്തിൽ വരുന്നത്? അമ്പലത്തിൽ വരാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ വരാൻ കാരണം നേരത്തെ അമ്പലത്തിൽ പോകുന്നവരെ കളിയാക്കിയിരുന്നു, പൊട്ടുതൊട്ടവരെ കളിയാക്കിയിരുന്നു, നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ ചെയ്തവരെ അപമാനിച്ചിരുന്നു, ഇതിനെല്ലാം ആക്ഷേപിച്ചിരുന്നു. അമ്പലം പൊളിച്ച് കപ്പവെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പരസ്യമായി പ്രതികരിച്ചിരുന്നു, പ്രസംഗിച്ചിരുന്നു, പ്രചരിപ്പിച്ചിരുന്നു, പാട്ടുപാടിയിരുന്നു, നാടകം കളിച്ചിരുന്നു. അവരിറക്കിയ ഒരു നാടകത്തിന്റെ ഒരു ഭഗവാൻ കാലുമാറുന്നു എന്നാണ്. അങ്ങനെ ക്ഷേത്രങ്ങളെയും വിശ്വാസത്തെയും എല്ലാം അനാദരിച്ചിരുന്നു, ആക്ഷേപിച്ചിരുന്നു. ഒരു കാലത്ത് ഇവിടെ ഒരു സിനിമ ഇറങ്ങി, നിർമാല്യം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമയിലെ നായകൻ PJ ആന്റണി ആയിരുന്നു. PJ ആന്റണി ഒരു വെളിച്ചപ്പാടിന്റെ വേഷത്തിലായിരുന്നു സിനിമയിൽ. ആ വെളിച്ചപ്പാട് വാങ്ങെടുത്ത് തുള്ളി തുള്ളി ശ്രീകോവിലിന് മുമ്പിൽ ചെന്നിട്ട് ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ചൊരു തുപ്പു. സിനിമയിലുള്ളതാണ്. അങ്ങനെ തുപ്പിയതിന്റെ പേരിൽ, ദേവിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയതിന്റെ പേരിൽ ആ നടന് സംസ്ഥാന അവാർഡ് കിട്ടി. ഏറ്റവും നല്ല നടനുള്ള അവാർഡ്. പിന്നീട് ദേശീയ അവാർഡും കിട്ടി. അങ്ങനെയൊക്കെ നടന്നൊരു കാലം ഉണ്ടായിരുന്നുണ്ട്. അതിന് പിന്തുണ കൊടുത്ത ആരാണ്? ദേവിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയതിന് അവാർഡ് കൊടുത്ത ആരാണ്? ആ അവാർഡ് കൊടുത്തവർ ഇവരാണ്. സരസ്വതി ദേവതയുണ്ട്. നമ്മൾ വിദ്യാദേവതയാണ് സരസ്വതി ദേവത. നമ്മൾ വിദ്യാരംഭം കുറിക്കുന്ന സമയത്ത് ദേവതയെ, വിദ്യാദേവതയെ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യാക്ഷരം കുറിക്കുന്നത്. ആ സരസ്വതി ദേവതയെ ഒരു കക്ഷി നഗ്നയാക്കി വരച്ചു. നഗ്നയാക്കി വരച്ചത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ചിത്രകാരനാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല, നാട് കിടന്നിട്ടാണ്. ആ സരസ്വതിയെ നഗ്നയാക്കി വരച്ച ആ ചിത്രകാരന് കേരള ഗവൺമെന്റിലെ മന്ത്രിയായിരുന്ന നിങ്ങളുടെ ജില്ലക്കാരനായ, ഇപ്പോഴത്തെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയ ആളുകൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവാർഡ് കൊടുത്തു. ആ അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അവാർഡ് പ്രഖ്യാപിച്ചു. എന്താ അദ്ദേഹം ചെയ്ത കാര്യം? സരസ്വതി ദേവതയെ നഗ്നയാക്കി വരച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ വിശ്വാസത്തെ, ഇത്തരം ആരാധനകളെ അപമാനിക്കുക, അതിനെ അവഹേളിക്കുക, അതിനെ ആക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ നടന്നു വന്നിരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇവർക്കൊക്കെ ഒരു ഭക്തിയും വിശ്വാസമൊക്കെ പെട്ടെന്ന് വന്നിരിക്കുകയാണ്. അമ്പലത്തിൽ വരുന്നു, കുറി തൊടുന്നു, കമ്മിറ്റിയിൽ വരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ പരമാവധി അമ്പലങ്ങളൊക്കെ പൊളിക്കാനും ആരാധനകൾ നിഷേധിക്കാനൊക്കെ പ്രവർത്തിച്ചിരുന്ന അന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ മെല്ലെ മെല്ലെ പാർട്ടി കേന്ദ്രങ്ങളിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിലെ കമ്മിറ്റിയിലൊക്കെ വരികയാണ്. യഥാർത്ഥ വിശ്വാസികൾ
കല്ലോട് കല്ല് തകർന്ന് കിടക്കുകയായിരുന്ന ക്ഷേത്രങ്ങളെ പുനർനിർമ്മിച്ച് ജീർണോദ്ധാരണം നടത്തി, കലശമൊക്കെ നടത്തി, നല്ല അമ്പലാക്കിയപ്പോ ഇപ്പൊ അവരെ ഉന്തി പുറത്താക്കിയിട്ട് കമ്മിറ്റിയിൽ വരികയാണ്. പാർട്ടിയുടെ തീരുമാനമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ കമ്മിറ്റിയിൽ വന്നപ്പോ നമ്മൾ ആ അടുത്തൊരു കമ്മിറ്റിയിൽ അവിടുത്തെ ഭക്തജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ കമ്മിറ്റിയിലും വന്ന ശരി തന്നെ, ക്ഷേത്രത്തിലെ ചടങ്ങും ആചാരങ്ങളും നിഷ്ഠയൊന്നും മാറ്റാൻ പാടില്ല എന്ന് പ്രായമുള്ളവരൊക്കെ പറഞ്ഞു. അവരും കമ്മ്യൂണിസ്റ്റുകാരനെയും. അപ്പൊ അതെന്തല്ല വേണ്ടെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഓട്ടം തുള്ളലുണ്ടായിരുന്നു, കഥകളി ഉണ്ടായിരുന്നു, അതൊക്കെ വേണം, അല്ലാതെ പുഷ്പൻ അറിയാവുന്നുള്ള പാട്ടല്ല, ക്ഷേത്രത്തിൽ ഇതൊക്കെയാണ് വേണ്ടത്. അപ്പൊ കഥകളി വേണമെന്ന് പറഞ്ഞു. അപ്പൊ മാർക്സിസ്റ്റുകാരായിട്ടുള്ള കമ്മിറ്റിക്കാര് കഥകളി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ കഥകളി ബുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവര് പറഞ്ഞു, നമ്മള് ഇപ്പൊ 2 മണിക്കൂർ നേരത്തെ പരിപാടിയാണ്, 5-10 ആള് വേണ്ടതാണ്, വണ്ടിയടക്കം വരണം, എല്ലാം വേണം, അതുകൊണ്ട് ഒരു 50,000 റുപ്യ ചെലവാകും എന്ന് കഥകളിന്റെ ആള് പറഞ്ഞു. അപ്പൊ ഇവരെ ഏൽപ്പിച്ചത് ദുര്യോധനവധം കഥകളിയാണ്, അത് വേണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പൊ കമ്മിറ്റിന്റെ സെക്രട്ടറി കഥകളിക്കാരനോട് പറഞ്ഞു, 50,000 എന്ന് പറഞ്ഞ വലിയ ചാർജാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദുര്യോധന വധം ആവുമ്പോ കൊല്ലുമ്പോഴല്ലേ 50,000, നമുക്ക് കൊല്ലണ്ടാവുന്ന പേടിപ്പിച്ചു വിട്ടാൽ മതി, 25,000 റുപ്യക്ക് ആവുമെന്ന് ചോദിച്ചു. അപ്പോ കമ്മിറ്റിക്കാര് ഇതിൽ വന്നാൽ എന്താണ് കഥകളി, എന്താണ് കഥ, എന്താണ് ആട്ടക്കഥ, എന്താണ് ഉണ്ണായി വാര്യർ, എന്താ ദുര്യോധനൻ എന്നറിയാത്ത ആളുകൾ ഇതിന്റെ മർമ്മസ്ഥാനത്ത് വരുന്ന സമയത്ത് അവർക്ക് ഇത് മേലെയുടെയാ താഴെയുടെയാ എന്താ സംഭവം എന്ന് തിരിയാതപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇതുകൊണ്ട് നടക്കുന്നത് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഗാനം, ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, ഈ മണ്ണിനെ സ്നേഹിക്കുന്ന, സംസ്കൃതിയെ സ്നേഹിക്കുന്ന, അതിന് പ്രേരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒന്നാണ് എന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇവർക്ക് ഇത് കാണുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്, ഇത് കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് DNA ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം രൂപീകരിക്കപ്പെട്ടത് ഈ നാട്ടിലല്ല, ഇത് പുറത്താണ് ഉണ്ടായത്. താഷ്കന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താ തുടക്കം. അതുകൊണ്ട് വിദേശത്തുണ്ടായ ഒരു സാധനമാണ് വിദേശ പ്രത്യയശാസ്ത്രമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം പണ്ട് പറഞ്ഞത് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം ആ രാജ്യത്തോട് കൂറുണ്ടാവാന്ന് പാടില്ല എന്നാണ്. നമ്മള് സർവ്വരാജ്യ തൊഴിലാളികളും സാർവലൗകികവാദികളുമാണ്. ലോകം മുഴുവൻ ഒന്നാക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോ ഒരു രാജ്യം, ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം, അങ്ങനെ ഒരു രാജ്യത്തോട് നമുക്ക് പ്രത്യേകിച്ച് പൂർവ്വ സ്നേഹം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ്. നേരെ മറിച്ച് കമ്മ്യൂണിസം ഉള്ള അപ്പുറത്തുള്ള രാജ്യം ഉണ്ടാവും. ഇപ്പൊ ചൈന ഉണ്ട്, ആ ചൈന കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസം, ഒരു ചൈന എന്ന് പറയുന്ന രാജ്യമുണ്ട്, റഷ്യ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്. പഴയ കാലത്ത് ഒരു പാട്ടുണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞൊരു കാലം. അന്ന് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ, എന്റെ കണ്ണൂർ ജില്ല ഇതിന്റെ ഒരു കേന്ദ്രമാണല്ലോ, അപ്പൊ അവിടുത്തെ നാട്ടിപ്പണിയൊക്കെ വയലിൽ പോയി പണിയെടുക്കുന്ന സ്ത്രീകളൊക്കെ പാടുമായിരുന്നു, സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം, ഒന്ന് പോകാൻ കഴിഞ്ഞെങ്കിൽ എന്തു ഭാഗ്യം എന്ന് പാടുമായിരുന്നു. സാധാരണ ആളുകളെ കൊണ്ട് പാട്ട് പാടിച്ചിരുന്നു. അപ്പൊ ആ നാട് നല്ല നാടാണ്, അവിടെ പോകാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ്, കാണാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണെന്ന് ആ നാടിനെ കുറിച്ച് പറയും. പക്ഷെ ഈ നാടിനെ കുറിച്ച്, നമ്മൾ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിയേണ്ട ഈ നാടിനെ കുറിച്ച് പറയുമോ? അത് പറയും. അങ്ങനെ ചൈന എന്ന് പറയുന്ന രാജ്യം, അത് നമ്മളെ രാജ്യത്ത് ആക്രമിച്ചു. അപ്പോ ചൈന നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? അപ്പൊ അന്നേരം നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ താത്വിക ബുദ്ധിജീവിയായിട്ടുള്ള സഖാവ് EMS എന്ന് പറഞ്ഞത്, യുദ്ധത്തിന്റെ കാരണം എന്ന് വെച്ചാൽ ചൈന ചൈനയുടേതെന്നും ഭാരതം ഇന്ത്യയുടേതെന്നും പറയുന്ന സ്ഥലത്തെ ചൊല്ലിയാണ് തർക്കം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, അവരവരുടേതെന്നും നമ്മൾ നമ്മളുടേതെന്നും പറയുന്ന സ്ഥലത്തെ കുറിച്ചാണ് തർക്കം. അപ്പൊ ഈ പറയുന്ന ആൾ എവിടെയാണ്? അവര് പറയുന്ന അവരാണ്, നമ്മൾ പറയുന്ന നമ്മളെയാണ്. അതാണ് തർക്കം എന്നാണ്. അപ്പൊ നമ്മുടെ ഭൂമി അവർ പിടിച്ചെടുത്ത സമയത്താണ് ഇത് പറയുന്നത്. 1000-കണക്കിന് ഏക്കർ ഭൂമി ചൈന പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്ത ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? അപ്പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെ യുദ്ധം ഗംഭീരമായി നടക്കുകയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതാരാ?
അന്നേരം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്നു. ചൈന ചാരന്മാർ എന്ന് പറഞ്ഞിട്ട് നിരോധിച്ചു. നേതാക്കന്മാരെല്ലാം പിടിച്ച് ജയിലിലടച്ചു. അങ്ങനെ ജയിലിലടച്ചപ്പോ നമ്മുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ VS അച്യുതാനന്ദനും ജയിലിലേക്ക്. അപ്പൊ അന്ന് ഗംഭീരമായ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഒരു ആഹ്വാനം ഉണ്ടായി. യുദ്ധരംഗത്ത് ആയിരക്കണക്കിന് പട്ടാളക്കാർ മരിച്ചു വീഴുന്നു, പരിക്കേൽക്കുന്നു, അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായപ്പോ ധാരാളം ആളുകൾക്ക് രക്തം വേണം. അപ്പൊ പട്ടാളക്കാർക്ക് രക്തം കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആഹ്വാനം ഉണ്ടായി. എല്ലാവരും രക്തം കൊടുക്കാൻ ഇങ്ങനെ തയ്യാറായി ക്യൂ നിൽക്കുകയാണ്, ആശുപത്രിയിൽ പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പൊ വേണമെങ്കിൽ എല്ലാ രംഗത്തുള്ളവർക്കും കൊടുക്കാന്ന് പറഞ്ഞപ്പോ ജയിലിലുള്ളവർക്കും കൊടുക്കാന്നായി. അപ്പൊ ജയിലിൽ കിടക്കുന്ന ശ്രീ VS അച്യുതാനന്ദൻ ജയിലിൽ കുറെ ആളുകൾ രക്തം കൊടുക്കാൻ പോകുമ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു ഞാനും കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് രക്തം കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് ചോര അച്യുതാനന്ദനും കൊടുത്തു. ആർക്ക്? നമ്മളെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് പാർട്ടി ഗൗരവമായെടുത്ത് അന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ആദ്യമായി എത്തിയ അച്യുതാനന്ദനെ നമ്മുടെ സേനയിൽപ്പെട്ട ആളുകൾക്ക് ചോര കൊടുത്തു എന്ന കുറ്റത്തിന് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനൊന്നുമല്ല, കാരണം ഇയാൾ അകത്താണുള്ളത്, ജയിലിലല്ലേ ഉള്ളത്. ജയിലിനേടി പുറത്താക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ, ജയിലിന്റെ ഉള്ളിൽ തന്നെയുള്ളത്. അപ്പൊ പുറത്താക്കി നടപടിയെടുത്തു. എന്താ ചെയ്ത കുറ്റം? യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പട്ടാളക്കാർക്ക് ചോര കൊടുത്തു എന്ന കുറ്റത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ കാര്യം നിഷേധിക്കാൻ ഇവിടെയുള്ള ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല, ഞാൻ പറയുന്നത് വെറുതെ പറയുകയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ചരിത്ര രേഖകൾ പരിശോധിക്കാം, പാർട്ടി രേഖകൾ പരിശോധിക്കാം. അച്യുതാനന്ദൻ ആദ്യമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പിന്നീട് പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പുറത്താക്കിയ സംഭവങ്ങൾ. പക്ഷെ ആദ്യമായിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഈ കുറ്റത്തിനാണ്. കാരണം എന്താണ്? അപ്പുറത്ത് ചൈനയാണ്. ചൈന അപ്പുറത്തുണ്ടാകുമ്പോൾ നമ്മളെ ചങ്കില ചൈനയാണ് അപ്പുറത്തുള്ളത്. അപ്പൊ അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ചോര കൊടുത്താൽ, അവർ ഉഷാറായിട്ട് പോയാൽ ചൈനക്കാരന്റെ നേരെയാണ് വെടിവെക്കുക. ചൈന നമ്മളെ ചൈനയാണ്, നമ്മുടെ ജനകീയ ചൈനയാണ്. അപ്പൊ അത് പാടില്ല എന്നാണ്. അപ്പൊ രാഷ്ട്രം എന്ന് പറയുന്നത്, ദേശം എന്ന് പറയുന്നത്, രാജ്യം എന്ന് പറയുന്നത്, രാജ്യസ്നേഹം എന്ന് പറയുന്നത്, ദേശഭക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് പറ്റില്ല. അതിന്റെ പാട്ട് പാടുമ്പോൾ നമുക്ക് പിടിക്കുമോ? ദേശഭക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാട്ട് പാടുമ്പോൾ നമുക്ക് പിടിക്കുമോ? പിടിക്കില്ലല്ലോ. എന്താണ് അവരാദ്യം പറഞ്ഞിരുന്നത്? ഈ രാഷ്ട്രം എന്ന് പറയുന്നത്, EMS പറഞ്ഞു, ഈ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നിട്ടുണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. ഈ രാഷ്ട്രം എന്ന് പറയുന്നത് 16 രാഷ്ട്രങ്ങൾ ചേർന്നതാണ് ഈ ഭാരതം. ഭാരതം എന്ന് പറയില്ല, ഇന്ത്യ എന്ന് പറഞ്ഞത്. 16 രാജ്യങ്ങൾ ചേർന്നതാണ്, രാഷ്ട്രങ്ങൾ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. കേരളം വേറൊരു രാജ്യമാണ്. അങ്ങനെ EMS ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് പുസ്തകത്തിന്റെ പേര്. ചിന്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോഴും ഉണ്ട്, കേരളം മലയാളികളുടെ മാതൃഭൂമി. അപ്പൊ സുന്ദരയ്യ എന്ന് പറഞ്ഞിട്ടൊരു നേതാവുണ്ട്, അദ്ദേഹം എഴുതിയ എന്താണ്? ആന്ധ്ര എന്ന് പറയുന്നത് തെലുങ്കരുടെ മാതൃഭൂമി. അങ്ങനെ ഒരു പുസ്തകം എഴുതി. അങ്ങനെ ഇത് 16 എണ്ണാണെന്ന് പറഞ്ഞു. 16 രാഷ്ട്രങ്ങളാണിത്, ഒരു രാഷ്ട്രമല്ല എന്നാണ്. 16 രാഷ്ട്രമാണ്. 1942 രേഖയാണ്, പാർട്ടി രേഖ. പക്ഷെ 45 ആകുമ്പോ അവരുടെ പാർട്ടി കോൺഗ്രസ് കൂടിയപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ 16 രാഷ്ട്രമാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. അതിനുശേഷം പാർട്ടി വിശദമായി കാര്യങ്ങൾ പഠിച്ചപ്പോ നമുക്ക് മനസ്സിലായി ഈ ഇന്ത്യ എന്ന് പറയുന്നത് 16 രാഷ്ട്രമാണ് എന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ തെറ്റുതിരുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ബോധ്യമായി ഇന്ത്യ എന്ന് പറയുന്നത് 18 രാഷ്ട്രമാണ്. 2 കൂടി 3 കൊല്ലം കൊണ്ട് പഠിച്ചിട്ട് 16 18ആയി. അങ്ങനെ അപ്പോഴാണ് മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഉണ്ടാണെന്ന് പറഞ്ഞിട്ട് അവർ വരുന്നത്. അങ്ങനെ അവര് ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചപ്പോ അതിനാദ്യമായി പിന്തുണ കൊടുത്തിട്ട് ഇന്ന് ഈ തലവേദനയുണ്ടല്ലോ, നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന തലവേദന, ആ തലവേദനയാണല്ലോ നമ്മുടെ രാഷ്ട്രം ഒരു വികസിത രാജ്യമാവുന്നതിന് ഏറ്റവും വലിയ പ്രശ്നമായി നമുക്ക് നിൽക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരവാദവും പാകിസ്ഥാൻ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണല്ലോ. 47 മുതൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണല്ലോ.
അങ്ങനെ ഈ രാജ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന 1932 ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലും അലിഗഡ് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന കുറെ ആളുകൾ പ്രൊഫസർമാർ ആദ്യമായിട്ട് ഈ ആശയം ഉണ്ടാക്കിയപ്പോ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം നിരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഹിന്ദു പറയാണ്, മുസ്ലിം പറയാണ്, ഹിന്ദുവിന്റെ കൂടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, അതാണ് പാകിസ്ഥാൻ വാദം. ആ വാദം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. ആ വാദം അംഗീകരിക്കാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ ആണ് എന്ന് നെഹ്റു പറഞ്ഞു. എന്റെ ശവശരീരത്തിൽ ചവിട്ടി മാത്രമേ ഈ നാടിനെ വിഭജിക്കാൻ സമ്മതിക്കൂ എന്ന് ഗാന്ധിജി പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് എതിർത്തപ്പോ ഈ രാജ്യം രണ്ടായി വിഭജിക്കുന്നതിന് ഞങ്ങൾ യോജിപ്പാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ് വർഗീയമായ ലീഗുകാരുടെ ഏറ്റവും വർഗീയമായ ആവശ്യത്തിന് സൈദ്ധാന്തികമായ പിന്തുണ കൊടുത്ത് ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗുകാരുടെ കൂടെ പച്ചക്കൊടിക്കാരുടെ കൂടെ ചോപ്പുകൊടിയും കൂട്ടിക്കെട്ടിയിട്ട് സമരരംഗത്തും പോരാട്ട രംഗത്തും വന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ അവർക്ക് ഈ രാഷ്ട്രം എന്ന് പറയുന്നത്, ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നത്? ഇത് മുറിക്കണം എന്ന് പറഞ്ഞവരാണ്. ഇത് രണ്ട് കഷ്ണമാണ്. അന്നത്തെ പാർട്ടി കോൺഗ്രസിൽ അവർ പറഞ്ഞ ഒരു കാര്യം കൂടി സിഖുകാരോട് പറഞ്ഞു, നിങ്ങൾക്കും വേറെ രാജ്യം വേണം, ഇപ്പൊ ചോദിച്ചാൽ കിട്ടുന്ന പറഞ്ഞത്. നിരാഷ്ട്രവാദമല്ല, ത്രിരാഷ്ട്രവാദമായിക്കോട്ടെ, സിഖുകാർക്ക് വേറെ രാജ്യം കൊടുക്കണം എന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചരിത്രരേഖകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 3 കഷ്ണമാക്കാൻ വേണ്ടിയിട്ട് അന്ന് മുന്നിട്ടിറങ്ങിയ കൂട്ടരാണ് ഇത്. സ്വാതന്ത്ര്യം കിട്ടി അംഗീകരിച്ചോ? സ്വാതന്ത്ര്യം കിട്ടി അംഗീകരിച്ചില്ല. ദേശീയ നേതാക്കളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകാരിയായ ധീര നേതാവായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വിളിച്ച മുദ്രാവാക്യമുണ്ട്. പഴയ കാലത്തെ ആളുകൾക്കറിയാം, നമ്മുടെ നേതാവ് അല്ലി ചറ്റ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കിയെന്നാണ് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത്. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ധീരന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര നായകന്മാരെ അവരുടെ ചരിത്രം ഞാൻ പറയണോ? അവരുടെ ജപ്പാൻകാരുടെ ചെരുപ്പ് നക്കി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നാണ് ഗാന്ധിജി ആക്ഷേപിക്കുകയാണ്. അങ്ങനെ ദേശീയ നേതാക്കന്മാരെ മുഴുവനും ആക്ഷേപിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ മുഴുവൻ ആക്ഷേപിച്ച്, കിറ്റ് ഇന്ത്യ സമരം, ആ കിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്ന സമരം ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് സമരത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ ഒറ്റിക്കൊടുത്തത്, പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തത്, അന്നത്തെ MSPക്കാർക്ക് കാണിച്ചു കൊടുത്തത്, അന്നത്തെ ഒറ്റുകൊടുത്തത് എന്നതിനെ കുറിച്ച് അന്നത്തെ കേരളത്തിലെ പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ശ്രീ കെ മാധവൻ, അദ്ദേഹം കാഞ്ഞങ്ങാട്ടുകാരനാണ്, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥ. അതിന്റെ പേര് ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ്. അന്ന് കേളപ്പജി കാസർഗോഡ് ജില്ലയിൽ വന്നപ്പോ ഒറ്റുകൊടുക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി കമ്മിറ്റിയിൽ നിർദ്ദേശം ഉണ്ടായിട്ട് അദ്ദേഹം ഉൾപ്പെടെ കേളപ്പനെ ഒറ്റുകൊടുക്കാൻ പോയതിന്റെ ചരിത്രം ഉൾപ്പെടെ ഒരു ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ. ഇപ്പോ അവസാനം കമ്മ്യൂണിസ്റ്റ്, വലത് കമ്മ്യൂണിസ്റ്റിൽ CPI നേതാവായിരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത്? രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ആളുകളുടെ പാരമ്പര്യം, ആ പാരമ്പര്യമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക്, ഇതിന്റെ അടിവേര് വേറെ എവിടെയാ കിടക്കുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ആഗസ്റ്റ് 15 ആപത്ത് 15 എന്നാ പറഞ്ഞത്. ആപത്ത് 15 എന്നാ വിളിച്ചു, സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നാ പറഞ്ഞത്. 47 ആഗസ്റ്റ് 15 ആപത്ത് 15 എന്ന് വിളിച്ചു. അവസാനം എപ്പോഴാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന അദ്ദേഹം, പിണറായി വിജയന്റെ ഒക്കെ താത്വിക ആചാര്യൻ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് ആളുകൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവർ ഒളിച്ച് റഷ്യയിൽ പോയി താമസിച്ച്, അവിടുന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് അവര് 6 മാസം അവിടെ താമസിച്ചിട്ട് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം എന്താണെന്നൊക്കെ അവർ പഠിപ്പിച്ച്, അവസാനം അവിടുന്ന് പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യന്മാർ അവരോട് പറഞ്ഞു, പ്രശ്നമൊക്കെ പറഞ്ഞു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ആര് പറഞ്ഞു കിട്ടിയില്ല? 47 ആഗസ്റ്റ് 15 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ബോധം വന്ന് കിട്ടിയിരുന്നു. അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 1947 കിട്ടിയ സ്വാതന്ത്ര്യം 1951 റഷ്യയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് അന്നത്തെ PC ജോഷി ഉൾപ്പെടെയുള്ള എസ്.എ. ഡാങ്കെ ഉൾപ്പെടെയുള്ള അന്ന് റഷ്യയിലേക്ക് പോയി 1.5 കൊല്ലം അവിടെ നിന്ന് പഠിച്ചിട്ട് വന്നതിന് ശേഷമാണ്, റഷ്യക്കാർ പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് അംഗീകരിച്ചത് എന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ മുഴുവനും അതിലുണ്ട്. ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്ന് പറയുന്നത്
അയാള് എന്തായാലും വലതുപക്ഷക്കാരനോ അല്ലെങ്കിൽ RSSകാരനോ അല്ലല്ലോ. അദ്ദേഹത്തിന് 14-ാമത്തെ വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ചരിത്രമുള്ള ആളാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇതൊരു രാഷ്ട്രമെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല. ഇത് പല രാഷ്ട്രമാണെന്നാ പറഞ്ഞത്. പലതായി പിരിയണം തന്നെയായിരുന്നു ചിന്ത. ഒരിക്കൽ പാർലമെന്റിൽ വലിയൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ ഭൂപേഷ് ഗുപ്ത എന്ന് പറയുന്ന CPIയുടെ ഒരു MP രാജ്യസഭയിൽ പറഞ്ഞു, ജനസംഘക്കാർ പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രമാണ്, പക്ഷെ ഇതൊരു രാഷ്ട്രമൊന്നുമല്ല, ഇത് പല രാഷ്ട്രമാണ്. അപ്പൊ ചിലർ പറഞ്ഞു, നിങ്ങൾ ഈ വെറുതെ പറഞ്ഞാൽ പോരാ, നിങ്ങൾ പറയുന്നതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഭൂപേഷ് ഗുപ്ത പറഞ്ഞു, ഞാൻ തെളിവ് പറയാം. അദ്ദേഹം പറഞ്ഞു, ഇത് പല രാഷ്ട്രമാണെന്നതിന് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രം ഇവിടെയുണ്ട്, അത് വേറെയാണ്. സൗരാഷ്ട്ര, ഗുജറാത്തിന്റെ പഴയ പേര് സൗരാഷ്ട്ര എന്നായിരുന്നു, അത് വേറെ രാഷ്ട്രമാണ്. ഇങ്ങനെ ഈ വെവ്വേറെ രാഷ്ട്രങ്ങൾ ചേർന്നിട്ടാണ് ഇന്ത്യ ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ജഗന്നാഥ റാവു ജോഷി എന്ന് പറഞ്ഞ ഒരു MP രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട്, ജനസംഘത്തിന്റെ MP ആണ്, അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP പറയാണ് ഇത് വെവ്വേറെ രാഷ്ട്രമാണെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇവിടെ പണ്ട് ചില പ്രദേശങ്ങൾ മാത്രമല്ല രാഷ്ട്രം, ചില വ്യക്തികളും രാഷ്ട്രമായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിച്ചു അതേതാ വ്യക്തിയെന്നും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു, അത് വേറൊരു രാഷ്ട്രമാണെന്ന് ചോദിച്ചു, പരിഹസിച്ച സാഹചര്യമുണ്ട്. അപ്പൊ അവര് ഇതൊരു രാഷ്ട്രമാണ് എന്നുള്ളത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ആയിരക്കണക്കിന് വർഷമായി ഇതൊരു രാഷ്ട്രമാണ്. അത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമല്ല ഇത് രാഷ്ട്രമായത്. ഈ രാഷ്ട്രം നമ്മുടെ ഭാരതത്തിലെ ഏത് ക്ഷേത്രത്തിലെ, ഈ ക്ഷേത്രത്തിലെ ഇപ്പൊ പൂജ നടക്കുമ്പോൾ ആദ്യം ചൊല്ലുന്ന രാവിലത്തെ ഒരു മന്ത്രമുണ്ട്, ഗംഗേ ചൈവനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരും എന്ന് പറഞ്ഞിട്ട് ജലമെടുത്ത് ആചമിച്ചിട്ടാണ് ആദ്യത്തെ പൂജയുടെ ആദ്യത്തെ മന്ത്രം ചൊല്ലുന്നത്. ഈ ഗംഗയും യമുനയും കാവേരിയും നർമ്മദയും സിന്ധുവും അതെല്ലാം ഭാരതത്തിലെ വ്യത്യസ്തമായ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള, കൈലാസം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ ഒഴുകുന്ന ഈ നദികൾ ഒരുമിച്ചാണത്. ഇവിടുത്തെ നദികളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടുത്തെ പുണ്യസ്ഥല അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, വൈശാലി, ദ്വാരിക, ധേയ, പുരി, തക്ഷശില, ഗയ എന്ന് 7 നഗരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ നഗരങ്ങൾ ഭാരതത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള നഗരങ്ങളെ ചേർത്താണ് ഈ രാഷ്ട്രത്തെ കുറിച്ച് പറയുന്നത്. ഇവിടുത്തെ വീരവനിതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ അശ്വത്ഥാമ ബലിർവ്യാസോ ഹനുമാംസോ ഭീഷണ കൃപ പരശുരാമശ്ച സപ്തേതേ ചിരഞ്ജീവിന, ചിരഞ്ജീവികളെ കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ചിരഞ്ജീവികളെ കുറിച്ച് പറയുമ്പോൾ ലങ്കയിലുള്ള വിഭീഷണനെയും കൂട്ടിച്ചേർത്താണ്, ഹനുമാനെയും കൂട്ടിച്ചേർത്താണ് ചിരഞ്ജീവികളെ കുറിച്ച് പറയുന്നത്. ഈ രാഷ്ട്രം ഒന്നാണെന്നുള്ള സങ്കല്പമാണ്. നമ്മുടെ നാട്ടിൽ 10 വയസ്സുണ്ടായിരുന്ന കാലടിയിൽ ഒരു ബാലൻ നടന്നു പോവുകയാണ്. നടന്ന് നർമ്മദ നദിയുടെ തീരത്തുള്ള തന്റെ ഗുരുവിന്റെ അടുത്തേക്ക് പോവുകയാണ് 10 വയസ്സുള്ള ശങ്കരൻ. 10-16 നൂറ്റാണ്ട് മുമ്പ് നടക്കുന്ന ഒരു കാര്യമാണ്. അന്ന് വാഹനമുണ്ടോ, എന്തെങ്കിലും സംവിധാനമുണ്ടോ? നടന്നാണ് പോകുന്നത്. അങ്ങനെ നടന്ന് പോയിട്ട് അദ്ദേഹം കാശ്മീരത്തിലേക്ക് പോയി. കാശ്മീരത്തിലേക്ക് പോയത് അന്നായതുകൊണ്ട് കാശ്മീരിൽ നിന്ന് അദ്ദേഹത്തിന് AK-47 തോക്ക്, ആ തോക്കിന്റെ വെടിയുണ്ടേൽക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോ അന്ന് നടന്നുപോയ ശങ്കരന് തിരിച്ചു വരാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചപ്പോ അന്ന് പോകുമ്പോ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ ആ സമയത്ത് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അസുഖം മൂർച്ഛിച്ചപ്പോ തിരിച്ചു വന്നു. കുറെ കൊല്ലം കഴിഞ്ഞിട്ടാ വന്നത്, 5-8 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വന്നത്. ശരിയാണ്. ഇപ്പോൾ ശങ്കരന്റെ വീട്ടിന്റെ അടുത്തുനിന്ന് ഒരാൾ കാശ്മീരിലേക്ക് പോയി. അയാളുടെ പേര് രാമചന്ദ്രൻ എന്നാണ്. അയാൾ ഫ്ലൈറ്റിലാണ് പോയത്. ഫ്ലൈറ്റിൽ പോയിട്ട് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മൃതശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് ശങ്കരന്റെ വീട്ടിന്റെ അടുത്ത് രാമചന്ദ്രന്റെ മൃതശരീരം കൊണ്ടുവന്നു. 3-ാമത്തെ ദിവസം തിരിച്ചു വന്നു. അവിടെ മക്കളെയും ഭാര്യയെയും കൂട്ടിയിട്ട് വിനോദയാത്രയ്ക്ക് പോയ, അവിടെ ടൂറിസ്റ്റായി പോയിട്ടുള്ള രാമചന്ദ്രന്റെ മൃതശരീരം കാശ്മീരത്തിൽ നിന്ന് ഇവിടെ ജഡമായി തിരിച്ചു വന്നു. കാശ്മീരത്തിൽ നിന്ന്. അതാണ് പറയുന്നത്, അന്ന് ശങ്കരന് വെടിയുണ്ടേറ്റില്ല. അദ്ദേഹം ഒറ്റക്കാണ് നടന്നു പോയത്. അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒറ്റക്കാണ് പോയത്. അങ്ങനെ നടന്ന 3 പ്രാവശ്യം അദ്ദേഹം ഭാരതം മുഴുവൻ ചുറ്റി നടന്നു. അദ്ദേഹം 4 മഠങ്ങൾ, ചതുർമഠങ്ങൾ സ്ഥാപിച്ചു. പുരിയിലും ശൃംഗേരിയിലും ബദരിയിലും കാഞ്ചിയിലും എല്ലാം അദ്ദേഹം മഠങ്ങൾ സ്ഥാപിച്ചു. 4 അതിരുകൾ കൃത്യമായിട്ട്, ഭാരതത്തിന്റെ 4 അതിരുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹം ബദരിയിലെ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് നിശ്ചയിച്ചത്, ഹിമാലയ പ്രാന്തത്തിലെ ബദരിയിലെ ക്ഷേത്രത്തിലെ പൂജാരിയായി നിശ്ചയിച്ചത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് ഒരു ഇല്ലക്കാരെയാണ്. 1400 കൊല്ലമായിട്ട്
പരമ്പരയായിട്ട് മലയാളിയായിട്ടുള്ള പയ്യന്നൂറുകാരായിട്ടുള്ള ആളുകൾ ബദരീനാഥല്ല റാവൽജി ആയിട്ട് അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിൽ ചെന്നാണ് അവർ പൂജ നടത്തുന്നത്. മലയാളിയാണ് അവിടെ പോകുന്നത്. ഈ രാഷ്ട്രം ഒന്നാണ് എന്നുള്ള സങ്കല്പമാണ്. അവരവിടെ പോയി ഇപ്പോഴും പൂജ നടത്തുകയാണ്. ബദരീനാഥിലെ റാവൽജി എന്ന് പറഞ്ഞാൽ സംസ്ഥാന അതിഥിയാണ്. സംസ്ഥാനത്തിന്റെ ആദരവ് അർഹിക്കുന്ന ഗാർഡ് ഓഫ് ഓണർ കിട്ടേണ്ടെന്ന ഒരാളാണ്. ഭാരതത്തിലെ ഏത് സംസ്ഥാനങ്ങളിൽ പോയാലും ബഹുമാനിക്കും. കേരളത്തിൽ വന്നാൽ മാത്രമേ ഈ ബഹുമാനമില്ലാതുള്ളൂ. ബദരീനാഥ് റാവൽജി എന്ന് പറയുന്നത് നമ്മുടെ അവിടുന്ന് ശ്രീരാമൻ ഇവിടെ വന്ന് നമ്മുടെ രാമേശ്വരത്ത് വന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. ഇവിടുന്ന് ആളുകൾ എവിടത്തേക്കാ കൊണ്ടുപോയിരുന്നത്? കാശിയിലേക്ക് പോകുമായിരുന്നു, അയോധ്യയിലേക്ക് പോകുമായിരുന്നു, മഥുരയിലേക്ക് പോകുമായിരുന്നു, ഹിമാലയത്തിലേക്ക് പോകുമായിരുന്നു. അവിടുന്ന് ആളുകൾ ദക്ഷിണദേശത്തേക്ക് വരുമായിരുന്നു. ഹരിയാനക്കാരനായിട്ടുള്ള ഒരു ആള് അഗസ്ത്യൻ എന്നാണ് പേര്. അദ്ദേഹം നടന്ന് നേരെ വന്ന് നടന്ന് ഹരിയാനയിൽ നിന്നേ നടന്ന് വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് കാട്ടക്കടയിൽ നിന്ന് നല്ല മല കയറിയിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയ അഗസ്ത്യകൂടം എന്നിപ്പോ പറയും. അവിടെ ക്ഷേത്രമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നത് ഹരിയാനയിൽ നിന്നാണ്. അദ്ദേഹം ഇവിടത്തേക്ക് വരുമ്പോ ഈ രാഷ്ട്രം ഒന്നാണ് എന്നുള്ള സങ്കല്പം തന്നെയാണ്. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും അന്ന് മുതലേ അസേതു ഹിമാചലം എന്നൊരു സങ്കല്പമുണ്ട്. സേതു എന്ന് പറയുന്നത് രാമൻ കെട്ടിയ സേതുവാണ്. ഹിമാലയം മുതൽ രാമൻ കെട്ടിയ സേതു വരെ എന്നാണ്. അത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാതിരാജ പൂർവപ്രയോ തോയ നിദീപകാഹ്യ എന്ന് രഘുവംശത്തിൽ പറയാണ്. കാളിദാസന്റെ മനോഹരമായ വരികളാണ്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ എന്നാണ് അതിന്റെ അതിര് പറയുന്നത്. അങ്ങനെ ഈ നാട് ആയിരക്കണക്കിന് വർഷമായി ഒന്നാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ഇതിനെയാണ് ദേശഭക്തി എന്ന് പറയുന്നത്. ആ ദേശഭക്തിയെ അതിനെയാണ് നമ്മുടെ ആചാര്യന്മാർ ഋഷീശ്വരന്മാരെല്ലാം ഭാരതമാതാവ് എന്ന് വിളിക്കുന്നത്. ആ ഭാരതമാതാവിനുള്ള കൂറു സ്നേഹവുമാണ് ദേശഭക്തി, രാഷ്ട്രഭക്തി എന്ന് പറയുന്നത്. അതാണ് ഈ രാഷ്ട്രത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാടിനെ അടിമത്തത്തിലാഴ്ത്താൻ വേണ്ടിയിട്ടുള്ള നടന്ന എല്ലാ പരിശ്രമങ്ങളെയും ഈ നാട് അതിജീവിച്ചത് എങ്ങനെയാണ്? ഈ മണ്ണിനോടുള്ള, ഈ മാതാവിനോടുള്ള, അമ്മയോടുള്ള അചഞ്ചലമായ അകകളങ്കിതമായിട്ടുള്ള കൂറാണ്, സമർപ്പണമാണ്, ആത്മസമർപ്പണമാണ് ഈ രാഷ്ട്രത്തെ നിലനിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എഴുതിയിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ എങ്ങനെയാണ് ഭാരതാംബയെ കണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മഹർഷി അരവിന്ദന്റെ മനോഹരമായ ഒരു വിവരണമുണ്ട്. അദ്ദേഹം പറയാണ്, ഹിമാലയം ശിരസ്സായിട്ടുള്ള എന്റെ അമ്മ, ഹിമാലയം എന്ന് പറയുന്നത് എന്റെ ഭാരതമാതാവിന്റെ ശിരസ്സാണ്. രണ്ട് കൈകൾ രണ്ട് സമുദ്രത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ഒരു കൈ നീട്ടിയിരിക്കുന്നത് ശൃംഗപുരി എന്നിപ്പോ വിളിക്കുന്ന പഴയ സിംഗപ്പൂരി ഉണ്ട്. ഇപ്പോഴത്തെ സിംഗപ്പൂർ കിഴക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. മറ്റേ കൈ നീട്ടിവെച്ചിരിക്കുന്ന ആര്യാവർത്തം എന്നാണ്. സമുദ്രത്തിലേക്ക് നീട്ടിയിട്ട് ആര്യാവർത്തമാണ്. അതിന്റെ ഇപ്പോഴത്തെ പേര് ഇറാൻ എന്നാണ്. അങ്ങനെ രണ്ട് കൈകൾ രണ്ട് സമുദ്രത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ശിരസ് ഹിമാലയമാണ്. രണ്ട് കാലുകൾ, ഭാരതമാതാവിന്റെ രണ്ട് കാലുകൾ നീട്ടിവെച്ചിരിക്കുന്നത് 3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരി എന്ന് പറയുന്ന ആ ദേവിയുടെ തൃപ്പാദങ്ങളുടെ അടുത്താണ് ആ 2 കാലുകൾ നീട്ടിവെച്ചിരിക്കുന്നത്. അവിടെയാണ് രവീന്ദ്രനാഥ ടാഗോർ നീല സിന്ധുജല ധൗത ചരണതല എന്നൊക്കെയാണ് മനോഹരമായിട്ട് അതിനെ വിവരിക്കുന്നത്. അങ്ങനെ അമ്മ കാല് നീട്ടി അങ്ങനെ ഇങ്ങനെ ശയിക്കുകയാണ്. 2 കൈ ഇങ്ങനെ നീട്ടി കാല് നീട്ടിയിട്ട് ആ കാലിന്റെ തൊട്ടു താഴെ ഒരു താമരപ്പൂ വെച്ചതുപോലെ ശ്രീലങ്കയെ വെച്ചിരിക്കുന്നു. ഇതാണ് ഭാരതാംബ. അവിടെ ആര്യാവർത്തം എന്ന് പറയുന്നത് ഇറാനാണ്. ഇപ്പൊ മുസ്ലിം രാജ്യമാണ്. അതിനിപ്പുറത്ത് ഉപഗണസ്ഥാൻ എന്നായിരുന്നു പഴയ പേര്. ഇപ്പൊ അതിന്റെ പേര് അഫ്ഗാനിസ്ഥാൻ എന്നാണ്. അത് താലിബാനായി ഇപ്പൊ ഭരിക്കുകയാണ്. അതിന്റെ തൊട്ട് ആ അഫ്ഗാൻ ഉപഗണസ്ഥാനത്ത് തന്നെ പെട്ട രാജ്യമായിരുന്നു ഗാന്ധാര ദേശം. ആ ഗാന്ധാര ദേശത്ത് നിന്നാണ് നമ്മുടെ പഴയ ഗാന്ധാരി വന്നത്. അതിപ്പോ കാന്തഹാറാണ്. നമ്മളെ വിമാനം റാഞ്ചി കൊണ്ടുപോയ ആ ഇപ്പോഴത്തെ മസൂദ് അസറിന്റെ ഇപ്പൊ വെടിയേറ്റ് മരിച്ച ആ കുടുംബാംഗങ്ങളുടെ ഭീകര സംഘടനയുടെ നേതാവുണ്ടല്ലോ, ആ നേതാവ് അന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയി വെച്ചത് ഈ കാന്തഹാറിലാണ്. അതിന്റെ പഴയ പേര് ഗാന്ധാരം എന്നാണ്. അവിടെ നിന്നാണ് ഗാന്ധാരി വന്നത്. അതിന്റെ മേലെ ത്രിവിഷ്ടവും, കുറച്ചു മേലെ കയറിയാൽ ത്രിവിഷ്ടവും ഉണ്ട്. ആ ത്രിവിഷ്ടവും ആണ് പിന്നീട് തിബത്തായത്. ഇപ്പൊ ചൈന കൈയടക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബ്രഹ്മദേശം എന്ന് പറയുന്ന, അതാണ് മ്യാൻമർ എന്നിപ്പോ പേരുള്ള ബർമ എന്ന് പറയുന്നത്, അത് ഈ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. വ്യത്യസ്തമായ സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അവർ ഹിന്ദുക്കളല്ലാതായി മാറിയപ്പോ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഓരോ ഭാഗം മുറിഞ്ഞു പോവുകയാണ്. 1947 ആഗസ്റ്റ് 15 വരെ നമ്മുടെ ഈ പാകിസ്ഥാൻ, ആ പാകിസ്ഥാൻ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ അവർക്ക് 2 ആൾക്ക് പ്രധാനമന്ത്രിയാകണം, ജിന്നക്ക് പ്രധാനമന്ത്രിയാകണം, നെഹ്റുവിന് പ്രധാനമന്ത്രിയാകണം. ഒരു പ്രധാനമന്ത്രി കസേര മാത്രമേ ഉള്ളൂ.
എന്താണ് വഴി എന്ന് ചിന്തിച്ചപ്പോ ഈ നാടിനെ മുറിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഈ നാടിനെ മുറിക്കുന്നത്, രണ്ടായി മുറിക്കുന്നത്. വിഭജനം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. 1947 ആഗസ്റ്റ് മാസം 14 ഇന്ത്യയിൽ കിടന്നുറങ്ങിയ ആളുകൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റത്, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് നോക്കുമ്പോ അവർ വേറെ രാജ്യത്തായി. അവർ കുറ്റവാളികളാണോ? ഇവിടെ ഒരു ഭൂപടം ഇങ്ങനെ വെച്ച് സിംല എന്ന് പറയുന്ന ആ സ്ഥലത്ത് മേശപ്പുറത്ത് ഈ ഭൂപടം ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും നേതാക്കന്മാർ ഇരുന്നിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവൊക്കെ ആ ഭൂപടത്തിൽ ചുവന്ന മഷി കൊണ്ട് ഇങ്ങനെ വരച്ച് തർക്കമുണ്ടായി. ആ വര എവിടെയാണോ അവസാനിച്ചത്, ഹിമാലയത്തിൽ തുടങ്ങി കന്യാകുമാരി വരെ അവസാനിക്കുമ്പോ ഒരു കഷ്ണം പാകിസ്ഥാനാണ് എന്ന് ഓഹരി വെച്ചതാണ്. അങ്ങനെ ഓഹരി വെച്ചപ്പോ അപ്പുറത്ത് പെട്ടുപോയ ആളുകൾ, അങ്ങനെ പെട്ടുപോയ ആളുകളാണ് പാകിസ്ഥാനായി മാറിയത്. അതിനുവേണ്ടി മുസ്ലിം ലീഗ് വാദിച്ചു. അതിന് പിന്തുണച്ച ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് മുറിച്ചു കൊടുത്ത ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. ഇത് രാജ്യസ്നേഹമില്ലായ്മയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ദേശഭക്തി എന്ന് പറയുന്നത് അത് ചെറുപ്പത്തിലെ നമ്മുടെ വീടുകളിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ വളർത്തിയെടുക്കുന്ന ഒന്നാണ്. ആ ദേശഭക്തി വളർത്തിയെടുക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതിന്റെ ശാഖകളിലൊക്കെ ഈ ദേശഭക്തി ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രത്തിന് പദത്വേഷകായോ നമസ്തേ നമസ്തേ എന്നൊരു വാചകമുണ്ട്, ഒരു പ്രാർത്ഥനയാണ്. എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്റെ ശരീരം വീഴട്ടെ എന്നാണ് പ്രാർത്ഥന. എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്റെ ശരീരം പതിക്കട്ടെ എന്നാണ്. അങ്ങനെ പതിക്കട്ടെ എന്നുള്ള ആ ഒരു മഹത്തായ ചിന്തയും ഭാവനയുമാണ് രാഷ്ട്രഭക്തിയുമായി ബന്ധപ്പെടുന്നത്. നമ്മുടെ ഈ കൊടിയുണ്ട്, ഈ കൊടി ധ്വജം എന്നതിനെ പറയും. ഈ ധ്വജം കാവ്യപതാകയാണ്. ഇതൊരു പാർട്ടിയുടേതല്ല. ഇത് ആയിരക്കണക്കിന് വർഷമായി ഈ നാടിന്റെ ധർമ്മധ്വജമാണ്. രാവണനെതിരായ പോരാട്ടം നടത്തുന്ന ശ്രീരാമചന്ദ്രന്റെ നമ്മള് രാമായണ സീരിയൽ കണ്ടിട്ടുണ്ടോ? അതിൽ പാറിപ്പിറക്കുന്ന കൊടിയേതാണ്, അത് ഈ കാവ്യപതാകയാണ്. ധർമ്മധ്വജത്തെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ ധർമ്മത്തിന്റെ പക്ഷത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനൻ ഇരുന്ന ആ തേരിൽ പാറിപ്പറക്കുന്ന പതാക ഈ ധർമ്മധ്വജമാണ്, ഈ കാവ്യപതാകയാണ്. നമ്മുടെ ഈ നാട് അടിമത്തത്തിലാണ്ട സമയത്ത്, ആയിരക്കണക്കിന് വർഷം അടിമത്തത്തിലാണ്ട സമയത്ത് അതിനെതിരായിട്ട് പോരാട്ടം നടത്തിയ ധീരന്മാരായ ആളുകൾ ഛത്രപതി ശിവജി ഉണ്ട്. ആ ശിവജി ഹിന്ദു പദപാദശാഹി എന്ന് പറയുന്ന രാഷ്ട്രം സമർപ്പിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച പതാക ഈ കാവ്യപതാകയാണ്. റാണാ പ്രതാപ സിംഹനുണ്ട്. അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ കുട്ടികളുമായി കൊടുങ്കാറ്റിൽ ഇങ്ങനെ അലയുമ്പോ കുട്ടികൾ പട്ടിണി കൊണ്ട് മരിച്ചു. പട്ടിണി കൊണ്ട് മരിക്കലും കുട്ടികൾ വീണു മരിക്കലും മാനി പ്രതാപൻ അടങ്ങിയോ എന്നൊരു ഗീതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കുട്ടികൾ പട്ടിണി കൊണ്ട് മരിക്കുമ്പോഴും ധീരനായ റാണാ പ്രതാപിന്റെ ചുമലിൽ പാറിക്കളിച്ചിരുന്ന കൊടി എന്ന് പറയുന്നത് ഈ ധർമ്മധ്വജമായിരുന്നു. ഛത്രപതി ശിവജി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിപുലീകരിക്കാൻ വേണ്ടി നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിൽ മുഗളന്മാരുടെ കോട്ടകൊത്തളങ്ങളിൽ പാറിക്കളിച്ചിരുന്ന പച്ചപ്പതാക വലിച്ചു താഴെയിട്ട് ഉയർത്തിയത് ഈ പതാകയായിരുന്നു. ധർമ്മത്തിന്റെ പ്രതീകമായ ഈ പതാക ഇത് ഈ രാഷ്ട്രത്തിന്റെ പ്രതീകമാണ്, ഈ ധർമ്മത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ സന്യാസിമാർ ത്യാഗത്തിന്റെ പ്രതീകമായാണ് ഈ കാവി വസ്ത്രത്തെ കാണുന്നത്. അവർ കാവി ധരിക്കുന്നത് കൊണ്ടാണ്, സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റേതുമാണ്. അന്ന് രാജാക്കന്മാർ അവര് എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി അവർ യാഗം നടത്തും. അപ്പോ നടത്തുന്ന യാഗത്തിൽ ഉയർന്നു വരുന്ന യാഗാഗ്നിയുണ്ട്. ആ യാഗാഗ്നിയുടെ യാഗാനലന്റെ നിറമാണ് ഈ കാവി നിറം എന്ന് പറയുന്നത്. അഗ്നിയുടെ വർണ്ണമാണ് കാവിയുടേത്. അഗ്നി എങ്ങനെയാണ്? അതെല്ലാം ദഹിക്കുകയാണ്, യജ്ഞാഗ്നിയാണ്, അതെല്ലാം ദഹിപ്പിക്കുകയാണ്. അഗ്നിയുടെ പ്രത്യേകതയുണ്ട്. അഗ്നി എന്ന് പറഞ്ഞാൽ തീയൊരു സ്ഥലത്ത് വീണാൽ തീ അതിന്റെ ഒരു പ്രത്യേകത, അത് ഉയരുക എന്നുള്ളത് അഗ്നിയുടെ പ്രത്യേകതയാണ്. വീണെടുത്ത് തീ ഒരിക്കലും താഴത്തേക്ക് പോകില്ല, തീ മേലോട്ടേ പോകൂ, ഉയരുക എന്നുള്ളതാണ്. തീ ഒരു സ്ഥലത്ത് വീണാൽ അവിടെ നിൽക്കില്ല, അത് പടരുക എന്നുള്ളത് അഗ്നിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, അഗ്നി എവിടെ വീണാലും എന്തായാലും ആ അഗ്നി എല്ലാത്തിനെയും ഭക്ഷിക്കും. അഗ്നിക്ക് അഭക്ഷ്യമായി ഒന്നുമില്ല. അതിന് നോട്ടുകെട്ടും കത്തിക്കും, അതുപോലെ തന്നെ ചപ്പുചവറും കത്തിക്കും, അത് പ്ലാസ്റ്റിക്കും എല്ലാം കത്തിക്കും. അങ്ങനെ എല്ലാത്തിനെയും സ്വീകരിക്കുന്നത് എന്നുള്ളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അഗ്നിയുടെ മൂന്നാമത്തെ പ്രത്യേകത. അഗ്നിയുടെ നാലാമത്തെ പ്രത്യേകത, ഉൾക്കൊണ്ടതിനെ മുഴുവനും ഉദാത്തീകരിക്കുക എന്നുള്ള. ഏത് കത്തിയാലും വെണ്ണീരാവും, എന്ത് കത്തിയാലും വെണ്ണീരാവും. അതിനെ തന്റേതാക്കി ആത്മസാൽക്കരിക്കുക എന്നുള്ളത് അഗ്നിയുടെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് അഗ്നി ഹിന്ദു ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ പ്രതീകമായി ഈ അഗ്നിവർണ്ണമായ കാവ്യം വന്നത്.
ഉയരുക, പടരുക, ഉൾക്കൊള്ളുക, ഉദാത്തീകരിക്കുക എന്ന മഹത്തായ ഈ ചതുർവിധ ദർശനത്തിന്റെ പ്രതീകമായി അഗ്നിവർണം കാവിയുടെ പ്രതീകമായിട്ടാണ് ഈ കാവി നമ്മുടെ ധർമ്മധ്വജമായിട്ട്, സനാതന ധർമ്മത്തിന്റെ പ്രതീകമായി ഈ കാവി വന്നത്. ഇതൊരു പാർട്ടിയുടേതല്ല. ആയിരക്കണക്കിന് ആളുകളുടെ, പോരാളികളുടെ, വീരാത്മാക്കളുടെ ഏത് യുഗത്തിലാണെങ്കിലും ഹിന്ദു അഭിമാനത്തോടുകൂടി ഉയർന്നപ്പോഴൊക്കെ പാറിപ്പറന്ന ധർമ്മധ്വജമാണ് ഈ കവി പതാക. ഹിന്ദു ഉയർന്നപ്പോൾ, ഹിന്ദു പോരാടിയപ്പോൾ ഉയർന്നത് ഈ പതാകയാണ്. ഈ പതാക ലോകത്ത് മുഴുവൻ എത്തിയപ്പോ അതാരെയും കീഴടക്കിയിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. മറിച്ച് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മംഗളത്തിന്റെയും പ്രതീകമായി പാറിക്കളിച്ച പതാക അത് ഈ ധർമ്മധ്വജമാണ്, അത് ഈ രാഷ്ട്രധ്വജമാണ്. അതാണ് ഈ കാവി പതാകയുടെ പ്രത്യേകത എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് പറ്റില്ല, ഇത് കെട്ടാൻ പാടില്ല, ഇത് പാറിപ്പറക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അത് നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും പൂർവികതയെയും പാരമ്പര്യത്തെയും മൂല്യങ്ങളെയും എല്ലാം തകർക്കുന്ന, അതിനെയെല്ലാം ആക്ഷേപിക്കുന്ന, ചവിട്ടി പുറത്താക്കുന്ന, അതിനെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ആര് നടത്തിയാലും അത് കൃതജ്ഞതയാണ്, ഗുരുനിന്ദയാണ്. നമ്മുടെ എല്ലാ ഗുരുവര്യന്മാരും ഉയർത്തിപ്പിടിച്ചത് ഈ ധർമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള കാവ്യയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. നമ്മളെന്തിനാണ് ഈ പൂർവികതയെ നമ്മളെന്തിനാണ് അപമാനിക്കുന്നത്, ആക്ഷേപിക്കുന്നത്? അതുകൊണ്ട് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാവാം, മറ്റെന്തെങ്കിലും താല്പര്യം കൊണ്ടാവാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഹിന്ദു ചോരയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ചോര ഹിന്ദുവിന്റെ ചോരയാണെങ്കിൽ, ആ ചോരയുടെ അങ്ങേത്തലക്ക് കൃഷ്ണനുണ്ട്, അങ്ങേത്തലക്ക് രാമനുണ്ട്, അങ്ങേത്തലക്ക് നമ്മുടെ ഋഷീശ്വരന്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും നിറഭക്തി, അവരുടെ എല്ലാവരുടെയും ആദരവേറ്റുവാങ്ങിയ നിറമാണ്, അവരുടെ എല്ലാവരുടെയും ഭക്തി ഏറ്റുവാങ്ങിയ ധർമ്മധ്വജമാണ് ഇത്. ആ ചോരയാണ് നമ്മുടെ ഉള്ളിലും ഒഴുകുന്നത് എന്നൊരു ചിന്ത, ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ഈ കാവ്യെ തള്ളിപ്പറയാൻ, ആക്ഷേപിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട്, രാഷ്ട്രസ്നേഹവുമായി ബന്ധപ്പെട്ടതാണ്. കാവ്യം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയും ധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനെ രണ്ടിനും ആദരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തോട്, നമ്മുടെ ധർമ്മത്തോട്, സനാതന ധർമ്മത്തോടുള്ള കൂറാണ്. ഇതല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഏതു കൊടിയാണ് പറയേണ്ടത്? ഏതു കൊടിയാ പറയേണ്ടത്? നമ്മുടെ അഭിമാനമായിട്ട് ഉയർന്നു വരേണ്ട ഏത് പതാകയാണ്? ആ പതാക ഈ പതാക തന്നെയാണ്, മറ്റൊരു പതാകയല്ല. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചിന്തയോടുകൂടി നമ്മൾ കാണേണ്ടതല്ല. അങ്ങനെ ഒരു കൊടി ക്ഷേത്രത്തിൽ ഉയർത്താൻ പാടില്ല, ഒരു പാർട്ടിയുടെയും കൂടി ക്ഷേത്രത്തിൽ വരാൻ പാടില്ല. അതിനെ ആരും അംഗീകരിക്കാൻ പാടില്ല, അതിനെ ആരും അനുവദിക്കാനും പാടില്ല. പക്ഷെ കാവ്യ പതാക എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടേതല്ല, നമ്മുടെ ധർമ്മത്തിന്റെയാണ്, സനാതന ധർമ്മത്തിന്റെയാണ്, നമ്മുടെ ആത്മീയതയുടെ പ്രതീകമാണ്. ഈ സനാതന ധർമ്മത്തിന്റെ പ്രതീകമാണ് കാവ്യ പതാക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട, ഒരു പരിധിവരെ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ചില ആളുകൾ അവര് നമ്മുടെ ഈ യുദ്ധം അനാവശ്യമാണ്, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധം എന്ന് പറയുന്നത് ദുഃഖമുണ്ടാക്കുന്നതാണ് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് ശാന്തി മന്ത്രമായിട്ട് ചില ആളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിലർക്ക് വേദനിക്കുന്നത്? അപ്പുറത്ത് അടികൊള്ളുന്നത് ആരാണ് എന്ന് നോക്കിയാണ് യുദ്ധത്തോടുള്ള നിലപാടെടുക്കുന്നത്. അതാണ് കാര്യം. നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു പാർട്ടിയുടെ വലിയ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവനവന്റെ വീടിന്റെ മുറ്റത്ത് മിസൈൽ വന്നു വീഴുമ്പോഴാണ് അവനവന് ബോധ്യമാകുക എന്നാണ്. അങ്ങനെ പറഞ്ഞ ആള് 6 മാസം മുമ്പ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കഴിഞ്ഞ ഒക്ടോബർ മാസം 7-ാം തീയതി 8-ാം തീയതി ഹമാസുകാർ അങ്ങോട്ട് ആക്രമിച്ചു. 1500ഓളം ആളുകളെ കൊന്നു. അങ്ങനെ 1500ഓളം ആളുകളെ കൊന്നതിന് ശേഷം ഇസ്രായേൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചടി തുടങ്ങി. അപ്പൊ ചില ആളുകൾ, ചില ചിന്തകന്മാർ, ചില എഴുത്തുകാർ, അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു, കുറെ കാലമായിട്ട് സമാധാനമായിരുന്നു, അവിടെ തുടങ്ങി വെച്ചത് ഹമാസാണ്. ഹമാസ് എന്ന് പറഞ്ഞൊരു ഭീകര സംഘടനയാണ്. പക്ഷെ അവരവിടെ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് പലസ്തീനിൽ എന്ന് പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞ നേതാവ് അന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഹമാസിനെയും ഇസ്രായേലിനെയും
നീതിയുടെയും നിയമത്തിന്റെയും തട്ടിലിട്ട് തൂക്കിയിട്ട് ഹമാസിനെ കുറ്റവാളിയാക്കുന്നിടത്ത് തുടങ്ങുന്നു നീതികേട്. എന്നിട്ട് പറഞ്ഞ വാചകം, ഹമാസ് എന്തു ചെയ്താലും അത് ശരിയാണ്. ഹമാസ് എന്തു ചെയ്താലും ശരിയാണ്. അടുത്ത വാചകം, ഹമാസ് എന്തു തെറ്റു ചെയ്താലും അത് ശരിയാണ്. അപ്പൊ ഹമാസ് എന്ത് ചെയ്താലും ശരിയാണ്, ഹമാസ് എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണ്. അതുകൊണ്ട് ഈ യുദ്ധം ന്യായീകരിക്കത്തക്കതാണ്, അങ്ങോട്ട് നടത്തിയ ആക്രമണം ന്യായീകരിക്കത്തക്കതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ രാജ്യം എങ്ങനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടൊരു അറ്റാക്ക് നടത്തേണ്ടി വന്നതെന്നാണ്? ആ കാര്യം നമ്മൾ കൈവെള്ളയിൽ നമ്മുടെ ഉള്ളം കൈയിൽ നെല്ലിക്ക എന്ന് പറയുന്ന പോലെ കരതല മലകം എന്നൊക്കെ പറയും. അതുപോലെ നമുക്ക് വ്യക്തമാണ് എത്ര വർഷമായി നമ്മൾ ഇത് സഹിക്കുന്നു. പഴയ കാലത്തെ കുറിച്ചൊന്നും ഓർമ്മിക്കണ്ട, അവരെപ്പോഴും ഇങ്ങോട്ട് ആക്രമിക്കുക ചെയ്തത്. ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് അടി വാങ്ങിയ ചരിത്രമാണ് പാകിസ്ഥാൻ എപ്പോഴും ഉള്ളത്. 47 തുടങ്ങിയാണ്, പിന്നീട് 67, 71 അത് തുടരുകയാണ്. കാർഗിൽ സമയത്ത് നമ്മുടെ മണ്ണിലേക്ക് വന്ന് അവര് നമ്മുടെ ഭൂമി പിടിച്ചെടുത്ത് നമ്മളവിടെ പുറത്താക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നടത്തി അവരെ പുറത്താക്കി. അത്രയും കാര്യങ്ങളൊന്നും പുതിയ തലമുറക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത്, പാർലമെന്റ് സമ്മേളനം കൂടുന്ന സമയത്ത് പാർലമെന്റിലേക്ക് തോക്കുമായി വന്ന് 5-10 ആളുകൾ പാർലമെന്റിനെ വെടിവെക്കുകയാണ്. അവിടെയുള്ള അംഗരക്ഷകന്മാരായ ആളുകളെ മുഴുവനും വെടിവെച്ചിടുകയാണ്. അവിടെയുള്ള നമ്മുടെ സേനയെ വെടിവെച്ചിടുകയാണ്. പാർലമെന്റിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമായ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചു വീഴുന്നതിനിടയിലും ചിലർ വെടിവെച്ചതുകൊണ്ടാണ് നമ്മുടെ പാർലമെന്റിന് ഉള്ളിൽ കടന്നിട്ട് എംപിമാരെയും നമ്മുടെ പ്രധാനമന്ത്രിയെയും ഒക്കെ വെടിവെക്കാതിരുന്നത്, നമ്മുടെ മന്ത്രിമാരെയും വെടിവെക്കാതിരുന്നത്. അന്നൊക്കെ കേരളത്തിലെ ഓരോ എംപിമാരെയൊക്കെ ഓടിയ കഥയും അന്നത്തെ അവരുടെ ചരിത്രമൊക്കെ പിന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. അവരുടെ ധൈര്യമൊക്കെ എത്രയുണ്ടെന്നൊക്കെ വെളിപ്പെട്ടതാണ്. പാർലമെന്റ് എവിടുന്ന വരുന്നത്? പരിശീലനം എവിടുന്ന? പാകിസ്ഥാനിൽ നിന്നാണ്. അവിടുന്ന് പരിശീലനം കൊടുത്തിട്ട് കാശ്മീരിലെ വഴി നുഴഞ്ഞു കയറിയിട്ട് ഡൽഹിയിൽ വന്നിട്ട് നമ്മുടെ പാർലമെന്റിനെ അറ്റാക്ക് ചെയ്യാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് നമ്മുടെ മുംബൈയിൽ വന്നു. മുംബൈയിൽ അന്ന് കടൽ വഴിയാണ് അവർ വന്നത്. വന്നിട്ട് നമ്മുടെ നിരപരാധികളായിട്ടുള്ള പൗരന്മാരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, താജ് ഹോട്ടലിൽ വെച്ച്, പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ട് 100 കണക്കിന് ആളുകളെയാണ് 2 ദിവസമാണ് ഈ രാഷ്ട്രത്തെ മൂലയിൽ നിർത്തിക്കൊണ്ട് വെടിവെച്ചിട്ടത്. അതിൽ ഒറ്റയൊരുത്തനെയാണ് ജീവനോടെ കിട്ടിയത്. നമുക്ക് ഓർമ്മയുണ്ട്. ആ ഒരാളെ ജീവനോടെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അവന്റെ കയ്യിലും ഒരു ചരടൊക്കെ കെട്ടിയിരുന്നു, രക്ഷാബന്ധൻ പോലത്തെ ചരട് കെട്ടിയിരുന്നു. അവന്റെ കീശയിൽ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലുള്ള ഒരു ഹിന്ദുവിന്റെ പേരായിരുന്നു അവന്റെ കീശയിൽ ഐഡന്റിറ്റി കാർഡിൽ ഉണ്ടായിരുന്നു. ഏതായാലും അവനെ കിട്ടിയതുകൊണ്ട് അപ്പോഴേ പറയാൻ തുടങ്ങിയിരുന്നു, ഇതൊക്കെ സംഘീയരുടെ ഏർപ്പാടാണ്, ഇതൊക്കെ ഹിന്ദുത്വർ ചെയ്യുന്നതാണ് എന്നൊക്കെ പ്രചരണം അങ്ങനെ തുടങ്ങും. ഏത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വം ഇവിടെയുള്ള RSSന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിശ്രമം ആരംഭിക്കും. അങ്ങനെ പക്ഷെ അയാളെ കിട്ടിയതുകൊണ്ട്, അയാളെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അതിന്റെ ഏറ്റവും അവസാനമാണ് ഇപ്പോ തഹാവൂർ ഹുസൈൻ റാണയെ, അതിന്റെ ആസൂത്രകനെ ഇപ്പോ അമേരിക്കൻ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോ NIA കസ്റ്റഡിയിൽ ഇപ്പൊ കിടക്കുകയാണ്. ഇത്രയും കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിന്റെ ആസൂത്രകൻ ഈ തഹാവൂർ റാണ എന്നാണ് ഇവിടുത്തെ പത്രക്കാരൊക്കെ പറയുന്നത്. തഹാവൂർ ഹുസൈൻ റാണയാണ്. അങ്ങനെയാണ് ഇവിടത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ചോദ്യം ചെയ്തത്. അതിനെ പോലും നമ്മളെ രാഷ്ട്രം ഒന്നും ചെയ്തിട്ടില്ല. നിരപരാധികളായി ഇത്രയും ആളുകളെ കൊന്നിട്ടും നമ്മുടെ നാട് തിരിച്ചടിച്ചിട്ടില്ല. അതിനുശേഷം 2-3 തവണ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. നമ്മുടെ പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് തന്നെ 14,000-ഓളം ആളുകളെ കാശ്മീരത്തിൽ ഇതുപോലെ 10-40 കൊല്ലത്തിനുള്ളിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സുരക്ഷാ സൈനികരും സാധാരണ സിവിലിയന്മാരുമായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാടൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, തിരിച്ചു ചെയ്തിട്ടില്ല. ഏറ്റവും അവസാനമാണ് ഇത്രയും വർഷമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ ശാന്തിയായിട്ട് സമാധാനമായിട്ട് കഴിയുന്ന കാശ്മീരത്തിൽ 2.5 കോടി ആളുകളാണ് കഴിഞ്ഞ സീസണിൽ അവിടെ പോയതെന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും കാശ്മീർ അത്രയും സുന്ദരമാണല്ലോ. കാശ്മീർ പോയവർക്ക് അറിയാമല്ലോ. നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത് സ്വർഗമാണ്. അതിനെ ചോരപ്പുഴ ഒഴുക്കിയിട്ട് നശിപ്പിച്ചു കളഞ്ഞതാണ്. അതിനെ ശാന്തമായിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. അവിടുത്തെ ജനങ്ങൾ സൗഹൃദത്തിൽ കഴിയുകയാണ്, സന്തോഷത്തിൽ കഴിയുകയാണ്, അവർക്ക് നല്ല വരുമാനം ഉണ്ടാവുകയാണ്. അവരെല്ലാം നഷ്ടപ്പെട്ടു പോയതായിരുന്നു. അവർ ജീവിതം തിരിച്ചു പിടിക്കുകയായിരുന്നു. അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് ശാന്തമായി കഴിയുകയായിരുന്ന
ആ കാശ്മീരത്തിലേക്കാണ് പരിശീലനം കിട്ടിയ ഈ ഭീകരന്മാർ വന്നിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, 85% ഹിന്ദുക്കൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. അവിടെയാണ് ഒരു 5-6 എണ്ണം വന്നിട്ട് തോക്കുമായിട്ട് വന്നിട്ട് 140 കോടികളുള്ള ഈ രാജ്യത്ത് 6 എണ്ണം തോക്കുമായി വന്നിട്ട് അവിടെയുള്ള ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ച്, നീ കലിമ അറിയാമോ എന്ന് ചോദിച്ച്, നീ മുസ്ലിമാണോ എന്ന് ചോദിച്ച്, മുസ്ലിം ആണെങ്കിൽ മാറ്റി നിർത്തി, ഹിന്ദു ആണെങ്കിൽ അവന്റെ നെറ്റിയിൽ അവന്റെ നെഞ്ചിൽ നിറയൊഴിച്ച് കൊല്ലുകയാണ്. നമ്മുടെ ഒരു സൈനികൻ നാവികൻ, ആ നാവികൻ കല്യാണം കഴിച്ചിട്ട് കൊച്ചിയിൽ നിന്ന് പോയതാണ്. നേവിയിലുള്ള ഒരാഴ്ചയായിട്ടില്ല. അയാൾ തൊട്ടുകൊടുത്ത സിന്ദൂരക്കുറി അവളുടെ നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അവരുടെ മധുവിധുവിന്റെ കാലഘട്ടത്തിൽ ഒരാഴ്ചയായിട്ടുള്ളൂ. അവരുടെ സ്നേഹബന്ധം അങ്ങനെ ആ ബന്ധദാർഢ്യം ഉറച്ചു വരികയാണ്. അവരെങ്ങനെ ആനന്ദിക്കാൻ പോയതാണ്. ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചാണ് വെടിവെച്ചിടുന്നത്. വെടിവെച്ചിട്ടിട്ട് എന്നെയും കൂടി വെക്കുമെന്ന് ധൈര്യപൂർവ്വം ആ പെൺകുട്ടി ഹിമാംശു പറയാണ്. അപ്പോഴാണ് അവൻ പറയുന്നത്, നിന്നെ കൊല്ലുന്നില്ല, നീ പോയിട്ട് നിന്റെ മോദിയോട് പറ ഞങ്ങൾ ഇത് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയോട് മോദിയോട് പറയാൻ വേണ്ടിയാണ് പറയുന്നത്. മോദിയോട് അവർ പറഞ്ഞു, തീർച്ചയായും നമ്മുടെ രാഷ്ട്രം ആരാണോ ഇത് ചെയ്തത്, ആ ചെയ്ത ആളുകൾ ആരാണോ ഇത് ചെയ്യിച്ചത്, അങ്ങനെ ചെയ്യിച്ച ആളുകൾ അവരെ തെരഞ്ഞുകൊണ്ട് അവരുടെ നാട്ടിൽ പോയി, അവരുടെ ഭീകര പരിശീലന കേന്ദ്രത്തിൽ പോയി, പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും പെട്ട 9 സ്ഥലങ്ങൾ അത് കൃത്യമായി ആ സ്ഥലം നിർണയിച്ച് അവിടെ ചെന്ന് അറ്റാക്ക് നടത്തി തിരിച്ചു വന്നു. നമ്മുടെ രാഷ്ട്രം എന്താണ് ചെയ്തത്? നമ്മുടെ രാഷ്ട്രം ഒരു നിരപരാധിയെ പോലും ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ ജനങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു യുദ്ധമായി വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ പട്ടാള കേന്ദ്രങ്ങളോ അവരുടെ സൈനിക കേന്ദ്രങ്ങളോ നമ്മൾ ആക്രമിച്ചിട്ടില്ല. അവരുടെ ഭരണാധികാരികളെ ആക്രമിച്ചിട്ടില്ല. അവരുടെ പൊതുസ്ഥലങ്ങളൊന്നും തൊട്ടിട്ടില്ല. വേണമെങ്കിൽ അതെല്ലാം ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ ആരാണോ നമ്മുടെ നാട്ടിലെ നിരപരാധികളെ കൊന്നൊടുക്കാൻ വേണ്ടി വരുന്നത്, ആർക്കാണോ പരിശീലനം കൊടുക്കുന്നത്, ആരാണോ കൊടുക്കുന്നത്, അവർക്കു നേരെ കൃത്യമായിട്ട് അവർക്കു നേരെ മാത്രം ആക്രമണം നടത്തിയിട്ട് വരികയാണ് ചെയ്തത്. വളരെ ആസൂത്രിതമായ കിടയറ്റ ആസൂത്രിതമായ കാര്യമാണ് നമ്മുടെ രാഷ്ട്രം ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് അതാണ് പാരമ്പര്യം. നമ്മുടെ രാഷ്ട്രത്തിന്റെ രീതി അതാണ്. നമ്മൾ നിരപരാധികളെ കൊല്ലണം, യുദ്ധമുണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിന്നീട് അവർ വന്നു. പിന്നീട് വന്നപ്പോ നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വന്ന് കളിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് തോക്കു ചൂണ്ടിയിട്ട് നീ നിന്റെ മതം മാറണമെന്ന്, മതം മാറുക, കലിമ ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? കലിമ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ആവുക എന്നാണ്. ആ മുസ്ലിം ആയാൽ മാത്രമേ നിനക്കിവിടെ ജീവിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇല്ലാണ്ടാവും എന്നാണ്. നീ ഈ നാട്ടിൽ എവിടെയെങ്കിലും പോയിക്കോന്നല്ല, നീ ഈ നിമിഷം തന്നെ നീ ഇല്ലാതാവുകയാണ്, നീ ഇപ്പം മരിക്കുമെന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വിശ്വാസം അത് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഈ നാട്ടിലെ അവസ്ഥ വരാൻ പോകുന്നെങ്കിൽ തൊക്കു ചൂണ്ടിയിട്ട് നീ വിശ്വസിക്കുന്ന മതം വിട്ടിട്ട് ഞങ്ങളുടെ മതത്തിൽ ചേർന്നില്ലെങ്കിൽ നിന്നെ ഇപ്പൊ വെടിവെച്ചു കൊല്ലുമെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ചെറുക്കേണ്ടതല്ലേ? അതിനെ ഇല്ലാതാക്കേണ്ടതല്ലേ? ആ ഭീകരതയെ അടിവേര് പറിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു ചിന്തയോടുകൂടി ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുമ്പോ, ലോകം മുഴുവനും മാത്രമല്ല, ഇവിടെ ഏറ്റവും വലിയ സഹായിയായിട്ടുള്ളത് ആരാണ്? ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ സഹായിയായിട്ടുള്ളത്, പാകിസ്ഥാന്റെ. ആ ചൈന ആരുടെ കൂടെയാണ്? ചൈന നമ്മുടെ കൂടെയാണ്. കാരണം ചൈനയാണ് ഇവർക്ക് ആയുധം കൊടുക്കുന്നത്. ആ ആയുധം കൊടുക്കുമ്പോ ചൈന കൃത്യമായിട്ട് നല്ല വിലയിലും മേടിച്ചു. പക്ഷെ കൊടുക്കുന്ന സാധനം 500 കിലോമീറ്റർ പോകുമെന്ന് പറഞ്ഞു. പക്ഷെ 200 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് താഴെ വീഴുന്ന സാധനമാണ് കൊടുത്തത്. ചൈന നമ്മുടെ പക്ഷത്തല്ലേ? അവിടുത്തെ ഷീ ജിൻപിങ് എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. അയാള് നമുക്ക് വേണ്ടിയാണ് ഈ സാധനം അവർക്ക് കൊടുത്തത്. പൈസയെല്ലാം നല്ലോണം മേടിച്ചെങ്കിലും ഒട്ട സാധനമാണ് കൊടുത്തത്. സാധാരണഗതിയിൽ ചൈനീസ് സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്. അതിനേക്കാളും ലൊട്ടലൊടുക്ക് സാധനമാണ് കൊടുത്തത് എന്ന് ഇപ്പൊ വ്യക്തമായിരിക്കുകയാണ്. ഒരൊറ്റ സാധനം പോലും ഒരു ഉദ്ദേശ സ്ഥലത്ത് വന്നിട്ടില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെ പാകിസ്ഥാനെ പറ്റിച്ചുകൊണ്ടാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചൈന പോലും നമ്മുടെ കൂടെ നിൽക്കുമ്പോ ഇവിടെയുള്ള ചില ഊച്ചാളികള് അവരുടെ പക്ഷത്ത്, പാകിസ്ഥാന്റെ പക്ഷത്ത് ചേരുമ്പോ അത് ഇവിടെ ഉപ്പും ചോറും നിന്ന് ഈ രാജ്യത്തിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനം നടത്തുമ്പോ അതെന്തായാലും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്.
നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ട, അവിടെ ശാന്തി സമാധാനം അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഭീകരന്മാർക്ക് എന്ത് മനുഷ്യാവകാശമാണ്? ഈ ഭീകരന്മാരുടെ ജീവൻ എന്ത് വിലയാണ്? ഈ ഭീകരന്മാർക്ക് എന്ത് മനുഷ്യത്വമാണ്? മനുഷ്യത്വ പരിഗണനയാണ് കൊടുക്കേണ്ടത്. അവരാരോടാണ് പരിഗണന കാണിച്ചത്? ആർക്കു നേരെയാണ് അവർ മനുഷ്യത്വം കാണിച്ചത്? അവർക്ക് മനുഷ്യത്വമില്ലല്ലോ, അവർക്കൊരു നിയമവും ബാധകമല്ലല്ലോ, അവർക്കൊരു വിചാരണ ആവശ്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ പിടിച്ചെടുത്ത ആളുകളെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അന്ന് പിടിച്ചെടുത്ത മുംബൈ അറ്റാക്കിൽ പിടിച്ചെടുത്ത ആളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി സുപ്രീം കോടതി വിധിച്ച് രാഷ്ട്രപതി പ്രഖ്യാപിച്ച് അപ്പൊ നമ്മുടെ നാട്ടിലെ ചില വക്കീലന്മാരും നേതാക്കന്മാരും ഒക്കെ കോടതി ചെല്ലുകയാണ്. സുപ്രീം കോടതി അർദ്ധരാത്രി കൂടിയിട്ട് എന്താണ് ചർച്ച ചെയ്യാണ് സുപ്രീം കോടതി? ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയ ആളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് അന്തിമ വിധി വന്നിട്ട് പോലും നമ്മുടെ നാട് അയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഇവിടെ ആളുണ്ടാവുകയാണ്. അയാൾക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതാൻ പത്രങ്ങൾ ഉണ്ടാവുകയാണ്. അവർക്ക് വേണ്ടി വാദിക്കാൻ, ചർച്ചയിൽ വന്ന് വാദിക്കാൻ ആളുകൾ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനലിൽ അതിന്റെ അവതാരികൻ അർണബ് ഗോസ്വാമി ആ ചർച്ചക്കിടയിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, ഈ സമയം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഭാരത് മാതാ കി ജയ് വിളിക്കേണ്ടതാണ്. വിളിക്കൂ ഭാരത് മാതാ കി ജയ് എന്ന്. അപ്പൊ ചില ആളുകൾക്ക് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, അത് വരുന്നില്ല. ഭാരതം എന്റെ അമ്മയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. അതിൽ വലിയ മാധ്യമ പ്രവർത്തകന്മാരുണ്ട്, അതിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട്. അവർക്ക് ഭാരത് മാതാ കി ജയ് വിളിക്കാൻ പറ്റുന്നില്ല. ഗാന്ധിജി വിളിച്ച, നെഹ്റു വിളിച്ച, നമ്മുടെ നാട്ടിലെ ദേശീയ നേതാക്കന്മാരെല്ലാം വിളിച്ച, സുഭാഷ് ചന്ദ്രബോസ് വിളിച്ച, നമ്മുടെ ദേശീയ നേതാക്കന്മാരെല്ലാവരും വിളിച്ച, ആവേശത്തോടുകൂടി വിളിച്ച ആ മഹാമന്ത്രം വിളിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ആരെ പേടിച്ചാ വിളിക്കാത്തത്? ആരെ ഭയന്ന മിണ്ടാത്തത് എന്നുള്ളത് ചോദ്യമല്ലേ? അതുകൊണ്ട് നമ്മുടെ നാടിനെ സ്നേഹിക്കുക, നാടിനോട് കൂറുണ്ടാവുക, പിറന്ന നാടിനോട് കൂറുണ്ടാവുക എന്നുള്ളത്, മണ്ണിനോട് കൂറുണ്ടാവുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ദേശഭക്തിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മുലപ്പാലിനോടൊപ്പം നമ്മുടെ ഉള്ളിൽ കയറേണ്ട ഒരു വികാരമാണ് രാജ്യസ്നേഹം എന്ന ദേശീയതയുടെ സമുജ്വലമായ വികാരം. അതുകൊണ്ട് അവർക്കൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു വിളിക്കാം. ബോലോ ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ശത്രുക്കൾ പുറത്തു മാത്രമല്ല ഉള്ളിലുമുണ്ട് എന്ന കരുതലോടുകൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ നാടിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം.